ുന്നു ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും വിശുദ്ധനും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവനുമാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞങ്ങളത് കാണും. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കൂടാം. അപ്പോൾ എല്ലാ ദിവസവും അന്യഭാഷാ പ്രാർത്ഥനകൾ നടന്നു വരുന്നു. അന്യഭാഷ വരവില്ലാത്തവർ പ്രാർത്ഥിക്കണം. ഈ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകർച്ചു വരും. എനിക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കൂടി വരുവാൻ ദൈവം നമുക്ക് അവസരം തന്നെങ്കിൽ അതിനുള്ള കൃപയും ദൈവം നമുക്ക് തരുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം നമ്മുടെ മീറ്റിങ്ങിന് ഇനി എത്ര ദിവസം കൂടി ഉണ്ട് നമ്മുടെ പ്രാർത്ഥന നടക്കാൻ വേണ്ടി? 10 ദിവസം. എറണാകുളം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എറണാകുളം മീറ്റിംഗ് ആണ് നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ്. നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പോൾ കൊല്ലത്തുള്ളവർക്ക് ചിലപ്പം കൊല്ലം കണക്ക് വെച്ച് പറയും, കോട്ടയത്തുള്ളവർ കോട്ടയം കണക്ക് വെച്ച് പറയും. ആദ്യ പ്രാർത്ഥന മുതൽ അതെങ്കിൽ നമുക്ക് ഓരോ ജില്ലയായിട്ടും തിരിക്കുന്നൊന്നുമില്ല. കാര്യം ഈ പ്രാവശ്യം എന്തുകൊണ്ടാണ് പല ജില്ലകളായിട്ട് തിരിച്ചേക്കുന്നത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ പട്ടണത്തിലും കർത്താവിൻ്റെ സുവിശേഷം അല്ലെ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സ്ഥലത്ത് വരായിരുന്നു. പക്ഷെ ഓരോ സ്ഥലത്തും അത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി 10 ദിവസവും കൂടെ ഉള്ളൂ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അപ്പോൾ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നവരെല്ലാം ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നവരെല്ലാം അതിൽ പങ്കുചേരുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കൂട്ടുകൂടിയൊക്കെ വരുന്നവർ നല്ല കൂട്ടുകൂടി വരണം. നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പ്രാർത്ഥിക്കണം. ദൈവഹിതമല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ, ഒരു കണക്ഷനുകളെയും നമുക്ക് മുൻപരിചയങ്ങളില്ല, ആളുകളെ നേരത്തെ പരിചയങ്ങളില്ല, ആദ്യമായിട്ട് വരുന്നവരൊക്കെയാണ്. അപ്പോൾ ആരും പരസ്പരം നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവഹിതമല്ലാത്ത ഒരു കണക്ഷനുകളും പരസ്പരം നിങ്ങൾ ചെയ്യാതിരിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ വേണം നിങ്ങൾ വരാൻ വേണ്ടി. നമ്മൾ പരിചയപ്പെടുമ്പോൾ ആത്മാവിൽ സ്നേഹബന്ധമൊക്കെ നല്ലതാണ്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. സാഹചര്യങ്ങളെ മാറ്റുവാൻ ശക്തിയുള്ളൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കേൾക്കാം. തുടർമാനമായിട്ട് നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ് കേട്ട് വന്നുകൊണ്ടിരുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് ഒന്നാമത്തെ ലേഖനം നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ആദ്യത്തെ വാക്കിലേക്ക് പോകണം. അപ്പോൾ തെസ്സലോനിക്ക സഭയെപ്പറ്റി കേട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നാമത് നമ്മൾ കേട്ടത് എങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയവരായിരുന്നു? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നത്. അപ്പോൾ ബഹുകഷ്ടം എന്തായിരുന്നു വെച്ചാൽ നമുക്കറിയാം. പൗലോസ്ലീഹയ്ക്ക് 3 ശബത്തേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ 3 ശബത്തേ അവസരം കിട്ടിയുള്ളൂ. ആ 3 ശബത്തിൽ യേശുക്രിസ്തുവിനെ തിരുവഴുത്തിലൂടെ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ബാക്കി അവിടെ യഹൂദർ അസൂയ പൂണ്ട് അവരെന്ത് ചെയ്തു? അപ്പോസ്തലന്മാരെ അവിടെ നിന്ന് ഓടിച്ചു. പക്ഷേ ആ കേട്ട വചനം അവരിൽ പൗലോസ്ലീഹ ആത്മാവിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്ന ദൈവവചനമായി നിങ്ങളിലേക്ക് വന്നു. അതിന്നും നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആമേൻ. ആ ലേഖനമാണ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കഷ്ടമെന്ന് കേൾക്കുമ്പോഴേക്കും ഓർത്തോണം, എന്ത് കഷ്ടമാണെന്ന് ഓർത്തോണം. അവിടെ ദാരിദ്ര്യത്തെ പറ്റിയല്ല അവിടെ പറയുന്നത്. അവിടെ സുവിശേഷത്തെ പ്രസംഗിക്കാതെ, സുവിശേഷം പറയാൻ പോലും അവസരം കൊടുക്കാതെ അപ്പോസ്തലന്മാരെ ഓടിച്ച കഷ്ടത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് അവിടെ. ആമേൻ. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ബൈബിളിൽ പല സാഹചര്യത്തിലൂടെ കടന്നുപോയ നമ്മളെക്കാൾ വലിയ ആൾക്കാർ അവിടെയുണ്ട്. അവരതിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഇനി 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം ഇതാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അപ്പോസ്തലൻ വീണ്ടും പൗലോസ്ലീഹ അവരെ പറ്റി പറയുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ വാക്യം മുതൽ പറയുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. എന്നിട്ട് അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം
ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയും രണ്ട്, അന്യോന്യം സ്നേഹിക്കണം. കേട്ടോണം, ബൈബിളിൽ ഏറ്റവും വലിയ കൽപ്പനയാണ് സ്നേഹം. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടോ എന്നറിയുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ എന്നറിയുന്നത് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വരുന്നത് കൊണ്ടോ, ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ, ബൈബിള് വായിക്കുന്നത് കൊണ്ടോ, അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അല്ല. ഒരു വ്യക്തി യഥാർത്ഥ മാനസാന്തരം വന്നെങ്കിൽ കൊരിന്ത്യലേഖനത്തിലേക്ക് പറഞ്ഞൊരു വാക്കുകൊണ്ട് സ്നേഹമാണ് എല്ലാത്തിലും വലുത്. അതായത് അന്യോന്യം സ്നേഹിക്കുക, ഇതാണ് ഏറ്റവും വലിയ അടയാളം. രക്ഷിക്കപ്പെട്ട വ്യക്തി മറ്റൊരു വ്യക്തിയുടെ തകർച്ച കാണാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് മറ്റൊരു വ്യക്തി തകരുമ്പോൾ അതും യേശുക്രിസ്തുവിൻ്റെ വിലയാന്നുള്ള ബോധത്തിൽ അവനെയും സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ടാകുന്നതാണ് യഥാർത്ഥ രക്ഷയുടെ അനുഭവം. അല്ലാത്തവർ രക്ഷിക്കപ്പെട്ടവരല്ല, അല്ലാത്തവർ യേശുവിലേക്ക് വന്നവരാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ഹൃദയപരിച്ഛേദനയാണ്. ബൈബിൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റിരിക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? സഹോദരനെ സ്നേഹിക്കാതിരിക്കാൻ. ഇവിടെ സഹോദരൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, യേശു പറഞ്ഞു നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇവിടെ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എല്ലാം സഹോദരങ്ങളാണ്. നമ്മൾ ഒരിക്കലും പിശാചൊഴികെ ബാക്കി ആരും നശിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കരുത്. ആമേൻ. ഓക്കെ, ഞാൻ എല്ലാവരുടെയും മൈക്ക് ആമേൻ. ഇവിടെ ആളാം പ്രതി നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരികയും എല്ലാവരും അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യണം. നിങ്ങൾ ഈ സമയത്ത് ഒരു മെസ്സേജും കമൻറ്റ് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറഞ്ഞത്, ഞാനിങ്ങനെ ഈ സ്ക്രീനെ നോക്കി പ്രസംഗിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് ശ്രദ്ധ പോവും. അതുകൊണ്ട് നിങ്ങൾ ഓരോ വാക്യം അങ്ങനെ ടൈപ്പ് ചെയ്യരുത്. ഇപ്പം ഇവിടെ വചനം പറയുന്നത് സ്നേഹം പെരുകയും, അതായത് അവരുടെ ഉള്ളിൽ ഒന്ന് വിശ്വാസം വർദ്ധിച്ചു. വിശ്വാസം വർദ്ധിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കും. കോമ്പറ്റീഷൻ അല്ല വിശ്വാസം. നിങ്ങൾക്കൊരു വിശ്വാസം ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ മൈൻഡ് മാറിപ്പോവും. വിശ്വാസം ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവസ്നേഹവും വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ ദൈവസ്നേഹം വർദ്ധിക്കും. കാര്യം ദൈവസ്നേഹത്താലാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകേണ്ടതെങ്കിൽ അതേ സ്നേഹം മറ്റുള്ളവരോടും ഉണ്ടാകും. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയേ, അങ്ങനെ നിങ്ങൾ യോഗ്യമാവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നവർ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു യോഗ്യത പറയുന്നു. തെസ്സലോനിക്ക സഭയെ പറ്റി പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് യോഗ്യരാകണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ പിന്നെയും തുടർന്ന് പറയുക, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവസഭയിൽ നിങ്ങളെപ്പറ്റി പ്രശംസിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞേ, ഉപദ്രവം, കഷ്ടത. നോക്കിയേ, ഉപദ്രവം, കഷ്ടത. അപ്പോൾ എന്ത് ഉപദ്രവം അവിടെ സംഭവിക്കുന്നത്? വീട്ടിൽ ഭർത്താവ് ഉപദ്രവിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ്ലീഹ അവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ യഹൂദർ അസൂയ പൂണ്ട് അവിടെ എന്ത് ചെയ്തു? യാസോന്റെ ഭവനം വളഞ്ഞ് പൗലോസ്ലീഹനെ അവിടെ അവരെന്ത് ചെയ്തു? അവർ നേരെ മെക്കദോനിയയിലേക്ക് അയച്ചു. പക്ഷേ അവിടെ യാസോൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഭക്തനായ മനുഷ്യനെ അവർ പിടിച്ച് ന്യായാധിപതി സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നു. വലിയ ഉപദ്രവം അവർ നേരിട്ടു. രണ്ട്, കഷ്ടത്തിലൂടെ കടന്നു. എൻ്റെ അർത്ഥം, സുവിശേഷം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയോ ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരോ നാട്ടുകാരോ ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ ഒക്കെ പലരും നിങ്ങളെ കളിയാക്കിയേക്കാം. നിങ്ങൾക്ക് ഇവിടുത്തെ കഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത്, യഹൂദൻ അവരെ എന്ത് ചെയ്തു? അസൂയ പൂണ്ട് യേശുക്രിസ്തു എന്ന മറ്റൊരു രാജാവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കലഹമുണ്ടാക്കിയെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കി, എവിടെ ചെന്നാലും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവർ വഴക്കുണ്ടാക്കാൻ വേണ്ടി വരും. ഇവരെങ്ങനെയും ആ പ്രാർത്ഥന അലങ്കോലമാക്കാൻ വേണ്ടി വരും. അപ്പം ഇത് പൗലോസ് പറയാണ്, നിങ്ങൾ കഷ്ടം സഹിച്ചുവെങ്കിലും നിങ്ങളുടെ സഹിഷ്ണുത നിങ്ങൾ ഇട്ടേച്ചു പോയില്ല, മടുത്തു പോയില്ല. സഹിഷ്ണുത എന്നാണ് കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുക്കെ പിടിച്ചു. ആരൊക്കെ എതിർത്താലും എന്തെല്ലാം വന്നാലും കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. പൗലോസ് പറയാണ്, നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന് സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. പൗലോസ് എന്തുകൊണ്ടാണ് രണ്ട് കാര്യം എടുത്തു പറയുന്നത്? നിങ്ങളെല്ലാവരും അന്യോന്യം സ്നേഹിക്കുന്നു. നിങ്ങൾക്കറിയാവോ, ആ കാലഘട്ടത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിലൂടെ കേട്ടപ്പോൾ മനസ്സിലായി, നിങ്ങൾ മുമ്പ് ചെയ്തു വന്നതുപോലെ പരസ്പരം എന്ത് ചെയ്തു? തമ്മിൽ പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ് വരുത്തി.
അതിനർത്ഥം ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തൊരു വിശ്വാസിക്കോ അയൽവകക്കാരനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങനെ വരണമെന്ന് പറയുന്നവനല്ല. അവന്റെ ദുഃഖത്തിൽ അവന്റെ വീട്ടിൽ പോയിട്ട് അവനെ ബലപ്പെടുത്തി, എടാ കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടിയാ മരിച്ചിരിക്കുന്നത്, നീ ധൈര്യപ്പെട്, നിന്റെ പ്രതികൂലങ്ങളിൽ യേശു നിന്നെ സഹായിക്കും. ഒന്നും കൂടെ കുത്തുകൊടുത്തില്ല, പകരം അവനെ താങ്ങി, അവനെ ബലപ്പെടുത്തി, അവൻ ആത്മീക വർധനവ് കൊടുത്തു. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പിന്നെയും പറഞ്ഞൊരു വാക്കുണ്ട്, ബലഹീനരെ താങ്ങുവിൻ. അവരെല്ലാം ചെയ്തു പോന്നു. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഒരു വേദന വന്നാൽ അവൻ അങ്ങനെ തന്നെ മരണമെന്ന് പറയുന്ന വിശ്വാസിയല്ല. തെസ്സലോനിക്കക്കാര് അവന്റെ വേദനയിൽ അവനെ ബലപ്പെടുത്തുകയും അവൻ ആത്മീക വർധനവ് കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ആര്? തെസ്സലോനിക്കക്കാര്. ഇതാണ് അവരുടെ വിശ്വാസം പ്രസിദ്ധമായി എന്ന് പൗലോസ് പറഞ്ഞത്. മറ്റാൾക്കാരെ പോലെയല്ല. മറ്റ് പല സഭകളും അവിടെ എന്ത് സംഭവിച്ചു? കൊരിന്ത്യ പോലെയുള്ള, ഗലാത്യ പോലെയുള്ള പല സഭകളും വിശ്വാസത്തിൽ ഭയങ്കര വ്യതിചലനം ഉണ്ടായപ്പോൾ ഇവർ വിശ്വാസത്തിൽ അനേകർക്ക് മാതൃകയായി വന്നു. എങ്ങനെ? അനേകരെ ഇവർ സ്നേഹിക്കാൻ തുടങ്ങി. അതർത്ഥം കള്ള് കുടിച്ചൊരു വഴിയിലൊരുത്തൻ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവൻ നശിക്കട്ടെ എന്ന് പറയുന്നവനല്ല, അവന് വേണ്ടി ഒരു നിമിഷം അവിടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനാണ്. കഴിയുമെങ്കിൽ അവനോട് സുവിശേഷം പറയുവാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും അവന് വേണ്ടി ഒരു നിമിഷം, കർത്താവേ ഇവനും യേശുവിന്റെ വിലയാണല്ലോ, അവനെയും കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തെസ്സലോനിക്ക സഭ. ആമേൻ. എന്നിട്ട് പറയുകയാണ്, ഇനി താഴേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പൗലോസ്ലീഹ പറയുകയാണ് 5-ാമത്തെ വാക്യത്തിൽ. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യമായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്കടയാളമാണ്. ഇവിടെ നമ്മൾ നോക്കണം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഘടകം മനസ്സിലായോ? 2 കാര്യം പൗലോസ് പറയുകയാണ്. ഒന്ന്, യേശു ക്രിസ്തു വീണ്ടും വരും. എന്നിട്ട് പറയാണ്, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ആശ്വാസവും പകരം നൽകുമെന്ന് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അപ്പൊ ഈ നിമിഷം സുവിശേഷം കേട്ടിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥലത്തുനിന്ന് എതിർപ്പ് വന്നെങ്കിൽ ഭാരപ്പെടരുതേ, കർത്താവ് അത് കണ്ടിട്ടുണ്ട് കേട്ടോ. ദൈവം അത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആശ്വാസ നാളുകൾ ദൈവം തരും. ആമേൻ. ഇത് തെസ്സലോനിക്ക സഭയെ പൗലോസ്ലീഹ ഒത്തിരി പ്രശംസിച്ചുകൊണ്ടാണ് ഈ 2 അധ്യായം എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി. അന്നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും അതിശയ വിഷയം ആകേണ്ടത് തന്നെ. വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടും കൂടെ മഹത്വവും വിട്ടകുന്നു നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഇവിടെ നോക്കി, അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം നിങ്ങളിൽ അവനിലും മഹത്വപ്പെടുത്തേണ്ടത്. എന്നിട്ട് പറയാണ്, നമ്മുടെ ദൈവം നിങ്ങളെ തന്നെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണമുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 2 കാര്യം പറയണം. വിളിക്ക് യോഗ്യമായി എണ്ണി സൽഗുണപൂർത്തി ഉള്ള സകല താല്പര്യത്തിലും വിശ്വാസത്തിലും പ്രവൃത്തിയിലും ശക്തിയോടെ പൂർണ്ണതയിൽ എത്തണം. അപ്പോൾ നോക്കി, ഈ ബൈബിളിൽ നിങ്ങൾക്ക് അറിയാവോ, ബൈബിൾ എപ്പോഴും നമ്മുടെ ഒരു ക്യാരക്ടറിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. യോഗ്യമാവണ്ണം എണ്ണി. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തോണം, ദൈവം നിങ്ങളെ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നു. അതെത്ര പറഞ്ഞാലും, ദുഷ്ടനും നീതിമാനും ദൈവം ഒരേപോലെ മഴ കൊഴിക്കുന്നു പറഞ്ഞാലും അതിൻ്റെ എല്ലാത്തിൻ്റെ അകത്ത് ദൈവം രക്ഷിക്കപ്പെട്ടവനെ വേർതിരിച്ചിരിക്കുന്നു. സഭ എന്ന വാക്കിന്, എക്ലീഷ്യ എന്ന പദത്തിൻ്റെ അർത്ഥം സെപ്പറേറ്റ് എന്ന വാക്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വേർതിരിക്കപ്പെട്ടവർ. നമ്മളതിനെ ഒത്തിരി വേർപാടെന്ന് പറഞ്ഞ് കൊണ്ടുപോയതുകൊണ്ട് കുഴപ്പമായത്. വേർതിരിക്കപ്പെട്ടവർ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ചൂസൺ ജനറേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും ശ്രദ്ധിച്ചോണം. ഒരു വിശ്വാസി എപ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സ്വഭാവവും എപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഈ സുവിശേഷത്തിൻ്റെ അകത്ത് കോംപ്രമൈസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് വിശ്വാസത്തിൽ വേറെ എന്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താലും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന വചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്.
ചിലരുണ്ട്, ബ്രദറെ എനിക്ക് സാഹചര്യം, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു, പക്ഷേ എനിക്ക് ബ്രദറെ എപ്പോഴും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് നിൽക്കാനോ ഉള്ള ധൈര്യമൊന്നുമില്ല. ധൈര്യം കാണിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ യേശു വരുന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കാത്തവർക്കും വിശ്വസിച്ചവർക്കും രണ്ടും തമ്മിലൊരു വേർതിരിവ് വെക്കുമ്പോൾ അവിടെ ധൈര്യം കാണിച്ചവർ എന്ത് സംഭവിക്കുമെന്നറിയാവോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വേർതിരിക്കപ്പെടും. മറ്റവരെന്ത് ചെയ്യും? ശിക്ഷാവിധിയിലേക്ക് മാറ്റപ്പെടും. അപ്പം ഇന്ന് നിങ്ങൾ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്ന സമയം, ഇന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന, കൊടുക്കാൻ പറ്റുന്ന എല്ലാ ടൈമുകളും നാളെയോ ഇപ്പോഴോ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം കണക്കുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കർത്താവിന് വേണ്ടി നമ്മൾ എന്തു ചെയ്താലും, ബൈബിൾ പറഞ്ഞു തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം. അതിൻ്റെ കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും ഈ ദൈവസന്നിധിയിൽ ഭാരപ്പെട്ടതും ദൈവസന്നിധിയിൽ ഞെരുങ്ങിയതും നിലവിളിച്ചതും നിന്ന അനുഭവിച്ചതും പരിഹാസമേറ്റതും ഇതൊന്നും ദൈവം കാണുന്നില്ലെന്ന് വിചാരിക്കരുതേ. ഇതെല്ലാം റെക്കോർഡ്. അറിയാവോ? ഇതെല്ലാം റെക്കോർഡാ. പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് നോക്കിക്കേ, നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാകുകയും നിങ്ങളുടെ സഹിഷ്ണുതയാണ് ഞങ്ങളെ അതിശയിപ്പിക്കുന്നത്. കാര്യം പലപ്പോഴും നിങ്ങൾക്ക് വേണേൽ ചിന്തിക്കാമല്ലേ, ആകെ പൗലോസില്ല, അപ്പോസ്തലന്മാരില്ല, ഇടയന്മാരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറിപ്പോകാമേലേ. പക്ഷെ അവർ പ്രതികൂലത്തിലും യേശുവിനെ വിട്ടില്ല. ഇതെല്ലാം റെക്കോർഡാണ് കേട്ടോ. നിങ്ങൾ ഈ സമയത്ത് ഞാൻ പറയാറുണ്ട്, ചിലർ സമയം കണ്ടെത്തി, ഇന്ന് എത്ര തിരക്കാണെങ്കിൽ പോലും, ഞാൻ യൂട്യൂബിൽ കാണുന്നവരൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒട്ടും സാഹചര്യം ഇല്ലെങ്കിൽ, അത്ര എനിക്ക് യൂട്യൂബ്, ഞാൻ അതുകൊണ്ടാണ് യൂട്യൂബും ഫേസ്ബുക്കിലെ കാണുന്നതിനെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് ഒട്ടും കാണാൻ സാഹചര്യം ഇല്ലെങ്കിൽ, സൂമിൽ പങ്കുചേരാൻ കഴിയത്തില്ലാത്തവർ മാത്രം നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കയറുക. ചിലരുണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ, പിന്നെ എപ്പോഴും യൂട്യൂബിലുണ്ടല്ലോ, പിന്നെ എപ്പോഴേലും ഞാൻ കേട്ടോളാം, പിന്നെ എപ്പോഴേലും കണ്ടോളാം. നിങ്ങൾ ഇങ്ങനെ ലാഘവത്തോടെയാണ് ഈ പ്രാർത്ഥനയെ കാണുന്നതെങ്കിൽ തിരിച്ചു അങ്ങോട്ടാണ്. അങ്ങനെയാണ്. പക്ഷെ എനിക്ക് സമയമുണ്ടല്ലോ, ഇപ്പം ശരിയാണല്ലോ, എനിക്ക് സമയമുണ്ടല്ലോ, എനിക്ക് കയറാൻ അവസരം ഉണ്ടല്ലോ, എനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ എന്ന് സമയത്തെ തക്കതായിട്ട് ഉപയോഗിച്ചാൽ ഇത് കണക്കിൽ കയറും. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ കണക്കിലോട്ട് നിങ്ങളുടെ എല്ലാ നിമിഷങ്ങളും കയറിയിട്ടുണ്ട്. ഇതിനെല്ലാം കണക്കിടുന്ന ഒരു സമയമുണ്ട്. ഇതിനെല്ലാം റെക്കോർഡഡ് ആയതുകൊണ്ട് ഇതെല്ലാം കണക്കിടുന്ന സമയമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നമ്മുടെ ദൈവം നിങ്ങളെ തന്നെ വിളിക്കും യോഗ്യരായി എണ്ണി. അപ്പോൾ നമ്മളെ യോഗ്യരാക്കി എണ്ണിയിരിക്കുന്നു. നിങ്ങളുടെ വാക്കിലും നടപ്പിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും എല്ലാത്തിലും ആ യോഗ്യത വെളിപ്പെടണം. ഇപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല, ഞാനിപ്പം നിങ്ങളുടെ സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ കൊള്ളരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും യോഗ്യതയല്ല. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, അല്ലേ? എന്നെ ഒരിക്കലും ഒരു വിശ്വാസത്തിൽ വരാത്ത ഒരു വ്യക്തി, ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പോകുന്ന വഴിയിൽ ഒരിക്കലും നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കത്തില്ല, അല്ലേ? നിങ്ങൾക്കൊരിക്കലും എന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ കഴിയത്തില്ല. നിങ്ങളുടെ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം യോഗ്യരായി വിശ്വാസി നടക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ പറഞ്ഞു, ആ പുള്ളി വലിയ പ്രാർത്ഥനക്കാരനായിട്ട് അവൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഒരു വ്യക്തി കാല് തട്ടി താഴെ വീണാലും നാട്ടുകാർ പറയും അവൻ വലിയ പ്രാർത്ഥനക്കാരനായിട്ട്. കണ്ടോ? അപ്പം വേറെ ആരും കാല് തട്ടി വീഴാറില്ലേ? അതൊന്നും നിങ്ങളുടെ വിഷയമല്ല. അതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളെ ആളുകൾ കാണുന്നത് സാധാരണക്കാരനായിട്ടല്ല, യേശുവിൻ്റെ വിശ്വാസിയായിട്ടാണ്. അപ്പം നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെതിരെ ആരെന്തു പറഞ്ഞാലും ഞാനും രണ്ട് പറയാൻ വേണ്ടി പോകരുത്. ദൈവം അവരോട് എന്ത് ചെയ്തോളും? പരിഹാരം ചെയ്തോളും. ഞാൻ അവർക്ക്, ബൈബിളൊരു വാക്യമുണ്ട്, പ്രതികാരം യഹോവയ്ക്കുള്ളത്, ആ ദൈവത്തിന് അവസരം കൊടുക്കുക. നമ്മൾ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, നിങ്ങൾ നോക്കിയേ, തെസ്സലോനിക്ക സഭയെ എവിടെയാണോ യഹൂദർ അസൂയ പൂണ്ട് തകർക്കാൻ നോക്കിയത്, അവിടെ തെസ്സലോനിക്ക സഭ വളർന്നു എങ്കിൽ, ബഹു കഷ്ടത്തിൽ അവരുടെ വിശ്വാസം പ്രസിദ്ധമായെങ്കിൽ, ഒറ്റയ്ക്കായിരിക്കും നിങ്ങൾ യേശുവിലേക്ക് വന്നത്. നിങ്ങൾ നിൽക്കുന്ന പട്ടണത്തിൽ, നിങ്ങൾ നിൽക്കുന്ന ഗ്രാമത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാത്രമാണ് യേശുവിലേക്ക് വന്നതെങ്കിൽ, ഞാൻ പറയുന്നു, നിങ്ങൾ ബലപ്പെട്ടാൽ മാത്രം മതി. സകലരും കാണുകയെ നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം പ്രസിദ്ധമാക്കാൻ വേണ്ടി പോകുക. ഇത് തെസ്സലോനിക്കയുടെ 2 ലേഖനം പഠിച്ചാൽ മതി.
അവിടുത്തെ സാഹചര്യം മുഴുവൻ നോക്കി. നമുക്കിന്ന് എറണാകുളത്തോ കൊല്ലത്തോ കോട്ടയത്തോ ഒക്കെ നിമിഷ നേരം കൊണ്ട് ദൈവകൃപയാൽ ഹോളുകളൊക്കെ ബുക്ക് ചെയ്തു, പരസ്യങ്ങൾ കൊടുത്തു, ആളുകളെ അറേഞ്ച് ചെയ്തു, മൈക്ക് സെറ്റും ക്യാമറയും അതും ഇതും ലൈവും പാട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തു. നിമിഷ നേരം കൊണ്ട് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തു. ശ്രദ്ധിച്ചു നോക്കിയേ. പക്ഷെ തെസ്സലോനിക്ക സഭയിൽ പ്രാർത്ഥന വെച്ചാൽ യഹൂദൻ അപ്പം വന്ന് കുളവാക്കും. ഇനി പൗലോസ് വന്നാൽ പോലും അവർ ഓടിക്കും. അവർക്ക് ചൊവ്വേനേരെ വചനം കേൾക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, യേശുവിനെ അറിയാൻ കഴിയുന്നില്ല. പക്ഷെ അവർ അല്പത്തിൽ അവരെന്ത് ചെയ്തു? അവർ പിടിച്ചു കയറി. അത്രയും അവർക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടും അവർ വിട്ടുകൊടുത്തില്ല. അവരുടെ വിശ്വാസം പ്രസിദ്ധമായി. എന്നറിയാവോ? ഐക്യതയാണ് അവരിൽ വെളിപ്പെട്ടത്. നിങ്ങൾ ആ വാക്ക് നോക്കിയാൽ മതി. ഞാൻ ഈ 2 ലേഖനം പഠിച്ചപ്പോൾ 2 കാര്യം പൗലോസ് എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ 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 നോക്കിക്കേ, ഒരു കൂട്ടത്തെ പൗലോസ് ലീഗ എപ്പോഴും ബൈബിളിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്നാൽ പലയിടങ്ങളിൽ ആ കൂട്ടത്തെ മാറി വ്യക്തികളെ പൗലോസ് എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ഒരു കൂട്ടത്തെ പറയുന്നത് നിങ്ങൾ. അവിടെ ആരുടെയും പേര് പൗലോസ് പറയുന്നില്ല, അവരുടെ ലീഡർമാരുടെ പേര് പറയുന്നില്ല, അവിടെയുള്ള വിശ്വാസികളുടെ പേര് പറയുന്നില്ല. നിങ്ങൾ എന്നൊരു പദം കൊണ്ട് ഉപയോഗിക്കുന്നു. പക്ഷെ എന്നാൽ കൊരിന്ത്യയിലൊക്കെ പലയിടങ്ങളിൽ പലരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. ആമേൻ. ഇവിടെ ആരുടെയും പേര് പൗലോസ് പറയുന്നില്ല. പക്ഷെ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ ആത്മീക വർധനവ് വരുത്തുന്നവർ. ഇതാണ് ഏറ്റവും വലിയ ശക്തി. ഇന്ന് ഈ കൂട്ടായ്മയിൽ കൂടുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിലൊക്കെ കമൻ്റൊക്കെ ഇടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബ്രദർ എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, നിങ്ങൾ ചാടിക്കേറി പ്രാർത്ഥിച്ചു. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മീറ്റിങ്ങിൽ എവിടെ വന്നാലും പരസ്പരം അടുത്തിരിക്കുന്ന രോഗിയോട് ചോദിച്ചു പ്രാർത്ഥിച്ചോണം, അവരെ നോക്കി ഒന്ന് പ്രവചിക്കോണം, കർത്താവ് സഹായിക്കും. ആ കരഞ്ഞോണ്ടാ വന്നെങ്കിൽ അവരെ ബലപ്പെടുത്തി വിട്ടോണം. ഇതാണ് തെസ്സലോനിക്ക സഭ. അവിടെ നാഥനില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, അവിടെ നാഥനില്ല, പക്ഷെ യേശുവുണ്ട്. അവിടെ യേശുവിലുള്ളവരുണ്ട്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ യോഗ്യമാവണ്ണം എണ്ണി. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ യോഗ്യരായി നടക്കണം. ദൈവസന്നിധിയിൽ അതെങ്ങനെ യോഗ്യരായി നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു യേശുവിലുള്ളവരെ പോലെയൊക്കെ നിങ്ങളുടെ സംസാരം. നമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തല്ലാൻ വേണ്ടി പോകാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് എന്നെ എതിർക്കുന്നവൻ നാളെ അനുകൂലമായി എനിക്ക് വരുമെന്ന് വിശ്വസിക്കണം. ഇന്ന് എനിക്കെതിരെ സംസാരിക്കും. ഇന്ന് നോക്കിയേ, ആ ബഹു കഷ്ടമുള്ള തെസ്സലോനിക്ക സഭയിൽ വിശ്വാസം പ്രസിദ്ധമായി. അതിൻ്റെ അർത്ഥം മുളയിലെ നുള്ളാൻ വേണ്ടി നോക്കിയ സഭയെ ലോകത്തെ മുഴുവൻ അറിയപ്പെടുന്ന ലെവലിലേക്ക് അവരുടെ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ ഏക മനസ്സോടെ അവർ തമ്മിൽ ഒരുമിച്ച് വിശ്വാസത്തിൽ വർദ്ധിച്ചുവെങ്കിൽ നിങ്ങളിൽ എത്ര അധികം കർത്താവ് പ്രവർത്തിക്കും. അപ്പോൾ ഒറ്റയ്ക്കാന്നുള്ള പരാതി നമ്മളിന്ന് പറിച്ചു മാറ്റണം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, യേശു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. ആമേൻ ആമേൻ ആമേൻ. അവ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബലമാണ് തെസ്സലോനിക്ക സഭയുടെ ചരിത്രം. അവിടെ നോക്കിയാൽ മതി, അവിടെ വേറെ ആരുമില്ല, അവിടെ യേശു മാത്രമേ ഉള്ളൂ. അവിടെ കർത്താവിലാണ് അവർ ബലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞ വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്ന ദൈവ വചനമായിട്ടത്രേ നിങ്ങൾ കൈക്കൊണ്ടത്, അത് നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ അവരെങ്ങനെ കൈക്കൊണ്ടത്? മനുഷ്യന്റെ വചനമല്ല. അവിടെ മനുഷ്യന്റെ വചനം എന്ന് പറയുന്നത് മാൻ മെയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ നിർമ്മിതമായിട്ടുള്ളതല്ല, ദൈവത്തിൽ നിന്ന് വന്നതുപോലെ തന്നെ. ഇത് ദൈവമാണ് എന്നോട് ഇടപെടുന്നത്. മനസ്സിലായ? ഒരു വചനം കേൾക്കുമ്പോൾ ഇതെന്റെ ദൈവം എന്നോട് സംസാരിക്കുകയാണ്, ദൈവം എന്നോട് ഇടപെടുകയാണ്, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ബലപ്പെടുകയാണ് അവർ. മനസ്സിലായോ? അവരങ്ങനെയാ ബലപ്പെട്ടതോ. ഇത് പൗലോസ് അല്ല, നമ്മുടെ അയൽവക്കത്തെ ഇന്നയാളുടെ മോനല്ലേ പൗലോസ്? അല്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ വചനമൊക്കെ പറഞ്ഞു കൊടുക്കാൻ സമയത്ത് ഞാനോട് പറഞ്ഞത്, ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ നോക്കണ്ടെന്നേ, ബൈബിള് നോക്കിയാൽ മതി. ചിലപ്പോൾ ഞാനെന്ന വ്യക്തിയെ നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി കുറവ് കണ്ടേക്കാം. ഞാനെന്ന വ്യക്തിയെ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ എന്നേക്കാൾ 100 ഇരട്ടി യോഗ്യതയുള്ളവരായിരിക്കാം. ചിലപ്പോൾ എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ യോഗ്യത ഇല്ലാത്തവനായിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്ന ദൈവ വചനമായിട്ട് കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളിൽ അത് പ്രവർത്തിക്കുവാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ ദൈവം എന്നെ വേർതിരിച്ചു. ഇതാണ് വേർപാടെന്ന് പറയുന്നത്. അല്ലാതെ വേർപാടെന്ന് പറഞ്ഞാൽ രൂപത്തിലല്ല. നിങ്ങൾക്കറിയാവോ, ഒരാളുടെ രൂപത്തിലല്ല. മാന്യമായ വസ്ത്രം നമ്മൾ ധരിക്കണം, മാന്യമായ രീതിയിൽ നമ്മൾ ജീവിക്കണം. പക്ഷേ ഞാനൊരു വിശ്വാസി എന്ന് ഒരാൾ എന്നെപ്പറ്റി എൻ്റെ കാഴ്ചയിലല്ല പറയേണ്ടത്,
എന്നെ കണ്ടിട്ടല്ല പറയേണ്ടത്, യോഗ്യമായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യത്തിലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഒന്ന്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും യോഗ്യമായും സൽഗുണത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പെരുമാറുന്നതിലൂടെ മറ്റൊരാൾ നിങ്ങളെപ്പറ്റി പറയണം, അയ്യോ ഇത് ദൈവ പൈതലാണ്. ആമേൻ. നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. നിങ്ങൾക്കെതിരെ കുറ്റം പറയുന്നവരെ അനുഗ്രഹിക്കും. എനിക്കും പലപ്പോഴും ഒക്കെ കഴിയാറില്ല, ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വരുമ്പോഴും പ്രാർത്ഥിക്കണം, സങ്കടം വരുമ്പോഴും. കാര്യം ഒരു കാര്യം ഉറപ്പാണ്, നാളെ ഇന്ന് എന്നെ എതിർത്തവർ എൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കും. എൻ്റെ കൂടെ പറഞ്ഞിട്ട് ഇന്ന് എന്നെ എതിർക്കുന്നവരെല്ലാം എൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുമെന്ന് പറ. ആമേൻ. അപ്പൊ ഇന്ന് നിങ്ങളെ എതിർക്കുന്നവരെല്ലാം നിങ്ങളുടെ ഒപ്പം ആരാധിക്കുവാൻ ഇടയായിത്തീരും. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്, ദൈവത്താൽ ഒരു പദ്ധതി തന്നെയാണ് ഇവിടെ എഴുതി വെച്ച്. അന്നാളിൽ നിങ്ങൾ നോക്കി 9-ാം വാക്യം, അന്നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളിൽ എല്ലാവരിലും താൻ അതിശയ വിഷയമാക്കേണ്ടതിന് തന്നെ. അപ്പം നമ്മൾ നോക്കിയേ, അപ്പം കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നമുക്ക് വേണ്ടി വീണ്ടും ഒന്നും കൂടെ വരും. എങ്ങനെ വരുന്നത്? ഈ പ്രാവശ്യം വരുന്നത് കർത്താവ് ഒരു കുഞ്ഞാടിനെ പോലെ അല്ല, കന്യകയുടെ ഉദരത്തിൽ ഉരുവായി ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് സൗമ്യനായി ജീവിച്ചതുപോലെ അല്ല ഇനി വരാൻ വേണ്ടി പോകുന്നത്. സകല മനുഷ്യർ നോക്കിയേ, വരുമ്പോഴോ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തിൽ കൂടിയ മഹത്വവും വിട്ടകുന്ന നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പം അവരെ ശിക്ഷിക്കേണ്ടതിന് എന്ന് തൊട്ടുമുടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അവരെ ശിക്ഷിക്കേണ്ടതിന് കർത്താവ് വരും, നിങ്ങളെ രക്ഷിക്കേണ്ടതിനും അവരെ ശിക്ഷിക്കേണ്ടതിനും. അപ്പോൾ ഓർത്തെ, സുവിശേഷത്തിൻ്റെ ഒരു ശക്തി കൊണ്ടോ നിങ്ങൾക്ക് രക്ഷ ലഭിച്ചു. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട വ്യക്തി മറ്റുള്ളവർക്കൊരടയാളമാണ്. നിരാശയുടെയോ പരാജയത്തിൻ്റെയോ നിന്ദയുടെയോ തോൽവിയുടെയോ അല്ല, യേശുവിൻ്റെ ജയത്തിൻ്റെ സാക്ഷികളാണ് നിങ്ങൾ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ ജയത്തിൻ്റെ സാക്ഷികളാണ്. നമ്മളെ നശിക്കേണ്ടവരാണെന്നും ഞാൻ ഉറപ്പിച്ച് പറയാം. നിങ്ങളൊരു പട്ടണത്തിൽ നിന്ന് കഴിഞ്ഞാൽ പട്ടണം നിങ്ങളെ അറിയണം. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്, പൗലോസ് ആ പട്ടണത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ പട്ടണം മുഴുവനും പൗലോസിൻ്റെ അടുക്കിലേക്ക് വന്നു പറഞ്ഞു. എനിക്ക് ആ വാക്ക് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ എടുത്തെടുത്ത് എഴുതി ആ വാചനം ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ പട്ടണം മുഴുവനും പൗലോസിൻ്റെ അടുക്കിലേക്ക് വന്നു. പറഞ്ഞെങ്കിൽ ഒരു കൊല്ലം പട്ടണം മുഴുവനും പൗലോസ് വന്നാൽ അവിടെ വരും. പട്ടണം അറിയും, യേശുവിൻ്റെ സാക്ഷിയെ ലോകം അറിയും, യേശുവിൻ്റെ സാക്ഷിയെ കുടുംബക്കാരറിയും. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വിശ്വസിച്ച് നിങ്ങൾക്കിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അനേകർ വരാൻ വേണ്ടി പോവുക. കല്യാണ വീട്ടിലായിക്കോട്ടെ, മരണ വീട്ടിലായിക്കോട്ടെ, വിരുന്ന് വീട്ടിലായിക്കോട്ടെ, അനേകർ വന്ന് നിങ്ങൾക്കിലേക്ക് വരാൻ വേണ്ടി പോകും. ഇതാണ് യേശുവിൻ്റെ സാക്ഷി. പക്ഷേ നിങ്ങൾ യോഗ്യമാവണ്ണം നടക്കണം. ഒരു വിശ്വാസി എന്ത് ചെയ്യരുത്? ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കല്യാണ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെയും അവർ പലതും പറയുമ്പോൾ ഒപ്പം പോയിരുന്ന് പറയുവാൻ എനിക്ക് കഴിയത്തില്ല. അവർ ലോകപരമായിട്ടുള്ള തമാശകളും വാക്കുകളും പറയുമ്പോൾ നമുക്ക് അവരുടെ ഒപ്പം പോയിരുന്ന് പറയാൻ കഴിയത്തില്ല. അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് അവരോടൊപ്പം പോയി അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമുക്ക് യോഗ്യമാവണ്ണം നടക്കണം. കാര്യം നാളെ ഈ പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാളെ അവർ പറയരുത്, നീ എൻ്റെ കൂടെ വന്നിരുന്ന് കള്ളു കുടിച്ചവനല്ലേ, നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവരെ കുറ്റം പറഞ്ഞ ആളല്ലേ, നീ എൻ്റെ കൂടെ വന്നിരുന്നുകൊണ്ട് ഒപ്പം അതും ഇതൊക്കെ പറഞ്ഞല്ലേ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് അവൻ പറഞ്ഞാൽ ഒറ്റ വാക്ക് മതി പ്രിയരെ, പിശാചിന് അവൻ്റെ ജീവിതത്തിൽ അവനെ നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. അപ്പോൾ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ 1, 2, 3, 4, 5 അധ്യായത്തിൽ വലിയ വിശ്വാസത്തെപ്പറ്റി കേട്ട് വന്നിട്ട് 2 തെസ്സലോനിക്കയിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ഇനി നിങ്ങളെ ഞാൻ വിശ്വാസമല്ല പറയാൻ വേണ്ടി പോകുന്നത്, യേശുവിലുള്ള ആ വരവിനെ പറ്റി പറയുക. പൗലോസ് പറയുക, അതുവരെ അവരുടെ വിശ്വാസത്തെ പ്രശംസിച്ചു, അതുവരെ അവരെ ഉറപ്പിച്ചു, അതുവരെ പൗലോസ് അവരുടെ വിശ്വാസത്തിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ലോകം മുഴുവൻ കേൾക്കെ ഈ ലേഖനത്തിലൂടെ എഴുതിയെങ്കിലും പിന്നീട് പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിഷ്ണുതയിലൂടെയാണ്. ശ്രദ്ധിച്ച്, അപ്പോൾ സഹിഷ്ണുത ഭയങ്കര പ്രധാനപ്പെട്ട പോയിന്റാണ്. നമുക്ക് ദേഷ്യം വന്നാലും
നമുക്ക് എതിർപ്പ് തോന്നിയാലും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല പ്രതിസന്ധിയിലൂടെയും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി കടന്നു വരും, ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി വരും. ഉറപ്പിച്ചോണം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയും, ആണ്ട പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നമ്മൾ അങ്ങനെ പഠിക്കുന്ന പല കൂട്ടായ്മയുണ്ട്. ഞാൻ ഒട്ടുമുക്കാലും കൂട്ടായ്മ നിങ്ങളെക്കാളും കൂടുതൽ പോയിട്ടുള്ള ആളാണ്. പക്ഷേ ഒട്ടുമുക്കാലും കൂട്ടായ്മയിൽ ഞാൻ കണ്ടത് നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മളെ ഒതുക്കാൻ നോക്കുന്നവരെ പലരും. അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും ഒരു തെസ്സലോനിക്ക സഭ ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം തെസ്സലോനിക്ക സഭയിൽ മഹാകഷ്ടം, യഹൂദൻ പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല. അവർ 4, 3, 7 പേരുള്ളെന്ന് വിചാരിക്കട്ടെ. അവരൊരു ഭവനത്തിൽ നിന്ന് ആരാധിക്കുന്ന സമയത്ത് യഹൂദൻ്റെ ആൾക്കാർ എന്നിട്ട് പറയുകയാണ്, മേലെ അവിടെ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥന വേണ്ട, ഒന്നും വേണ്ട, ഇറങ്ങിപ്പൊക്കോളാൻ പറയുക. ഉടനെ അവർ വലിയ പ്രതികൂലത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നേരെ പോയിട്ട്, നിങ്ങൾക്കറിയാമോ സഭാചരിത്രത്തിൽ ഈ ക്രിസ്തു വിശ്വാസികളെ പറ്റി ശവന്തീനികൾ എന്ന് വരെ ചരിത്രത്തിൽ പറഞ്ഞു. എൻ്റെ അർത്ഥം ഇവർ ശവക്കല്ലറകളിൽ പോയിരുന്നുകൊണ്ട് കത്രിമേശ എടുത്തൊരു ചരിത്രം സഭാപുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ കത്രിമേശ എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള തിരുമേശ എടുത്ത സമയത്ത് ഇതാ കർത്താവ് പറഞ്ഞത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞത്. ഇത് പലപ്പോഴും ശവക്കല്ലറകളിൽ പോയിരുന്ന് ചെയ്യുന്നത് കണ്ടിട്ട് പലരും ആ കാലഘട്ടത്തിൽ പറഞ്ഞു ഇവർ ശവന്തീനികളാണ്. അന്നാലോചിച്ച് നോക്കി, ശവക്കല്ലറയിൽ പോയിരുന്ന് ആരാധിക്കുക അവർ. നമുക്കൊരു ഹോളില്ലേ, നമുക്ക് ആരാധിക്കുക നല്ല വീടില്ലേ, നമുക്ക് ആരാധിക്കാൻ എത്രയോ നല്ല നമ്മുടെ ദൈവകൃപകൾ നമ്മുടെ അടുത്തേക്കുന്ന 3 ഹോളുകളും ഓഡിറ്റോറിയങ്ങളും വളരെ മനോഹരമാണ്. ഞാനതിൻ്റെ ഒന്നാമത്തെ നമുക്ക് കോട്ടയത്ത് നമുക്കറിയാം പോയിട്ടുള്ളത്, എന്നാൽ പോലും ബാക്കി എല്ലാ 3 ഹോളുകളും വളരെ മനോഹരമായുള്ള. പക്ഷേ സഭാചരിത്രത്തിൽ പറഞ്ഞത് അവർ ശവക്കല്ലറകളിൽ പോയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും കത്രുമേശകൾ കഴിക്കുകയും ചെയ്തൊരു കാലഘട്ടം. അവർ അപ്പോൾ എന്നാലും അവരുടെ മൈൻഡ് അലച്ചു നോക്കി, അവർ വിട്ടുകൊടുക്കത്തില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ വഴി പോയിരിക്കും, വഴി നിറക്കി വിട്ടാൽ ശവക്കല്ലറയിൽ പോയിരിക്കും, ശവക്കല്ലറയിൽ പോയിരുന്നാൽ അതിൻ്റെ അർത്ഥം അവർ വിട്ടുകൊടുത്തില്ല. അവർ പറഞ്ഞു കർത്താവിൽ ഞങ്ങൾ ജയിക്കും. ഇതാണ് സഭാചരിത്രം. ഏത് പ്രതിസന്ധി വന്നിട്ട് അവർ ഒതുങ്ങിപ്പോയില്ല, അവർ അതിൽ വളരുന്നവരായി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായി. സോഷ്യൽ മീഡിയ ഇല്ല, ലൈവ് സ്ട്രീം ഇല്ല, സൂം ഇല്ല, ടെലിഫോൺ ഇല്ല, ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിലും നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായി. എൻ്റെ അർത്ഥം പട്ടണങ്ങളെ ഇളക്കിയവർ ഒതുക്കാൻ നോക്കിയതെന്ന് ഓർത്തോണം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നവരായി ഇവർ. പക്ഷെ അവരെന്ത് ചെയ്തില്ല, ഒതുങ്ങിയില്ല. അതെന്തുകൊണ്ട് ഒതുങ്ങാത്തറിയാവോ? ഒറ്റ വചനം, അപ്പോസ്തല പ്രവൃത്തിയിൽ ഒറ്റ വചനമാണ്, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന് തിരുവഴുത്തിലൂടെ പൗലോസ് പറഞ്ഞു പഠിപ്പിച്ചു. 3 ശബത്തെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ശബത്തിലും പൗലോസ് എടുത്തതെന്നറിയാവോ? നിങ്ങൾക്ക് വേണ്ടി യേശു കഷ്ടം അനുഭവിച്ചു. അങ്ങനെയെങ്കിൽ അവരുടനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കഷ്ടം യേശു മാറ്റി. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് കഷ്ടത്തിലാണെങ്കിൽ എനിക്ക് വിശാലത ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ പിടിച്ചു കയറി വന്നത്. അല്ലാതെ കഷ്ടം വരുമ്പം സാരമില്ല, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയാ, ദൈവമക്കൾ എന്നൊക്കെ പറഞ്ഞാൽ തല്ലും തൊഴിയും കൊള്ളേണ്ടവരൊക്കെയാ എന്നും പറഞ്ഞ് ഒതുങ്ങിയൊന്നുമില്ല അവർ. എന്നാ പ്രശ്നം വന്നാലും ഞങ്ങളിതിനെ ജയിച്ചിരിക്കും. തമ്മിൽ അവർ പ്രബോധിപ്പിച്ചു, ആത്മീക വർധനവ് വരുത്തി. സഹോദരൻ പിണങ്ങിപ്പോകുമ്പോൾ, അവൻ വീണു പോകുമ്പോൾ, അവൻ തളർന്നു പോകുമ്പോൾ, അവന് ബലഹീനത വരുമ്പോൾ പൗലോസ് പറഞ്ഞു, അവർ ബലഹീനരെ താങ്ങിയവരാ നിങ്ങൾ. കണ്ടോ, ഒരുത്തൻ പിന്മാറ്റത്തിൽ പോകുമ്പോഴേക്കും കണ്ടോ അവൻ വീണു എന്ന് പറയുന്നവനല്ല, വീണവൻ്റെ വീട്ടിൽ പോയി അവനെ യേശുവിൽ യഥാസ്ഥാനപ്പെടുത്തി. നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിടും, കണ്ടോ ആ കള്ളൻ പോയി, അവൻ പോയി. പിന്നെ അവരെക്കുറിച്ച് കുറേ വിമർശനങ്ങളും അതും ഇതും എല്ലാം ഇടുമ്പോൾ തെസ്സലോനിക്ക സഭ നേരെ തിരിച്ചാ, ബലഹീനരെ താങ്ങി എന്നാണ് പറഞ്ഞേക്കുന്നത്. വിശ്വാസത്തിൽ കുറഞ്ഞവനെ നിങ്ങൾ കൈത്താങ്ങി. അവരവരുടെ ഭവനത്തിൽ പോയിട്ട് ബലപ്പെടുത്തി, സഹോദര നിനക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്, നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായി എന്ന് പൗലോസ് പറഞ്ഞു. അവൻ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും കർത്താവിൻ്റെ വേലയിൽ, ഞാൻ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ കൊടുക്കുന്നത് കർത്താവ് കാണുന്നുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ കർത്താവിൻ്റെ വേലയിൽ കൊടുത്ത വിധ, നിങ്ങളുടെ പൈസ അങ്ങനെ വേണമെങ്കിൽ പറയാം, അത് കൊടുത്തത് കർത്താവ് കാണുന്നെന്ന് ഉറപ്പുള്ളവരുണ്ട്. ഞാൻ വിതച്ചത് കർത്താവ് കണ്ടെന്ന് എനിക്ക് പ്രതിഫലം കിട്ടും. അവർ വിശ്വസിക്കും. അങ്ങനെയെങ്കിൽ കേട്ട്, നിങ്ങളുടെ സ്വോത്ര കാഴ്ച കർത്താവ് ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും അവിടെ ചെന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയ ഉറപ്പാണ്. ഈ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉറപ്പെന്ന് വെച്ചാൽ അവർ പറയും, ബ്രദറെ കർത്താവ് ഞാൻ വിതച്ചു, ഞാൻ കൊയ്യും.
ഇതേപോലെ തന്നെ നിങ്ങൾ പറയണം, എൻ്റെ സമയം ഞാൻ കൊയ്തതാണ്, വിതച്ചതാണ്, അത് ഞാൻ കൊയ്യും. ഞാൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എത്ര വചനം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞാൻ വിതച്ചതാണ്, അത് ഞാൻ കൊയ്യും. സ്വോത്രകാഴ്ച മാത്രമല്ല കേട്ടോ. ഈ ദിവസങ്ങളിൽ തെസ്സലോനിക്ക സഭയെ പോലെ അവരുടെ സകല ബഹു കഷ്ടത്തിൽ യേശു അവരെ കൈവിട്ടില്ല, അവരെ ബലപ്പെടും. ഞാൻ ചിന്തിക്കുക, പൗലോസ്ലീഹയെ പോലെ ഒരാള് അങ്ങനെയുള്ള ഒരു വ്യക്തികളെ ഇത്രയും എൻകറേജ് ചെയ്യണമെങ്കിൽ, പൗലോസിനെ പറ്റി നമുക്കറിയാം, ഇച്ചിരി കർക്കശക്കാരൻ, അങ്ങനെയൊന്നും ആരെയും എന്ത് ചെയ്യുന്ന ആളല്ല. പൗലോസിന്റെ ഒരു ട്യൂണ് നമുക്ക് നോക്കിയാൽ മതി, ഭയങ്കര ഒരു ഇച്ചിരി കർക്കശക്കാരനായ മനുഷ്യനാണ്. പക്ഷേ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോലും ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുന്ന ആളാണ് പൗലോസ്. നിങ്ങൾ നോക്കിയാൽ മതി പൗലോസിന്റെ ലേഖനം, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ പോലും വിടാത്തയാളാ പൗലോസ്. പക്ഷേ ഈ പൗലോസ് ഒരു സ്ഥലത്ത് പോലും തെസ്സലോനിക്ക സഭയുടെ കുറവ് നോക്കുന്നില്ല, പകരം അവരെ പ്രശംസിക്കുക. എൻ്റെ ഗുണമെന്നറിയാവോ? അവർക്ക് മറ്റുള്ളവരെ പോലെ ഒത്തിരി വചനം കിട്ടിയവരൊന്നും അല്ല, അവർക്ക് അല്പമേ ലഭിച്ചുള്ളൂ, പക്ഷെ അല്പത്തിൽ പിടിച്ചു കയറി വന്നവരാ. നിങ്ങൾക്ക് എത്ര അധികം കിട്ടിയിട്ടുണ്ടല്ലേ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരുമ്പോൾ യോഗ്യമാവണ്ണം നടക്കണം കേട്ടോ. അയൽവക്കത്തെ വീട്ടുകാരൻ പറയണം, അവൻ പ്രാർത്ഥനക്കാരൻ. എങ്ങനെയെന്ന് അറിയാം? നിങ്ങൾ ഈ ഓളിയത്തിൽ കിടന്ന് കാറിക്കൂകി പ്രാർത്ഥിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ ജീവിതം കണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും നിങ്ങൾ ഈ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കഴിവതും നിങ്ങൾ ഓളിയെ കുറച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നല്ല ഓഡിറ്റോറിയത്തിലൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ആരാധിച്ചു, സൗകര്യമുള്ളിടത്ത് നന്നായിട്ട് ആരാധിച്ചു. മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവകാരിയാകരുത്. മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹമാകണം. നമ്മളെപ്പറ്റി അവൻ പറയണം, എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടുകാരൻ ആദ്യം വിളിക്കേണ്ടത് ആരെയാണെന്നറിയാവോ? ഡോക്ടറെ അല്ല, നിങ്ങളെ ആയിരിക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി. നിങ്ങൾ യോഗ്യമാവണം, നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാകണം. നിങ്ങൾ അതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധി നിന്നാൽ മതി. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വചനം വിശ്വസിച്ച് നിന്നാൽ നിങ്ങളെ കൂടാതെ പട്ടണത്തിൽ ഒരു പരിപാടി നടക്കത്തില്ല, അറിയാവോ? നിങ്ങളെ കൂടാതെ ഒന്നും നടക്കത്തില്ല. നിങ്ങളെ വിട്ട് ഒരു പരിപാടിയും കർത്താവ് ചെയ്യിപ്പിക്കത്തില്ല. അതേപോലെ ദൈവം നിങ്ങളെ വളർത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങയുടെ വലിയ തിരുക്കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നപ്പ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും, ഒരു വീടിൻ്റെ, ഇപ്പം ആ വീട് ക്ലോസ് ചെയ്തിട്ടിരിക്കുക, ഡോറ്. ആ ഡോറയിൽ ഒരു 4 താക്കോൽ കൂട്ടം കിടക്കുന്ന ഒരു കീ. ഇപ്പം ആ ഒരു കീ അതിലിപ്പോൾ ഇട്ടിരിക്കുന്നു. അത് കൂടാതെ 3 കീ ഉള്ള, ബാക്കി ബാലൻസ് 3 കീ ഉള്ള ഒരു കീ ഇപ്പോൾ ആ കീ ഹോളിൽ കിടപ്പുണ്ട്. 3 കീ ബാലൻസ് കിടപ്പുണ്ട്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ്, ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ഹോളിൽ തന്നെ ഒരു ടേബിളുണ്ട്, ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്ന ഒരു മുറിയാണ്, ഒരു ഹോളാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിയെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആരാണോ ആ വ്യക്തി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ വൻ കാര്യങ്ങൾ ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി വേണം. ആ വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്താട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ. സിസ്റ്ററുടെ വീടാണോ? സിസ്റ്ററാണോ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്? ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തൊടുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്നൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ചുമന്ന കളറിലെ ഒരു നൈറ്റ് പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് എന്നെ ആ വ്യക്തി ഇരിക്കുന്ന ഒരു മുറി എൻ്റെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. മുറിക്കകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഡോറ് തുറന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഹാങ്കറയിൽ ഭിത്തിയിൽ ഒരാണി അടിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ഷർട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഷർട്ടിൻ്റെ ഉടമസ്ഥനെ കർത്താവ് എന്നെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയെ തൊട്ട് കഴിയുമ്പോൾ തന്നെ ആ ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുടെ മാറ്റം ആ കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രത്തെ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് കർത്താവ്
പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മ്യൂട്ട് മാറ്റി, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബ്രദർ എന്റെ വീടാണേ. ബ്രദർ എന്റെ വീടാണ്. ഈ പറഞ്ഞ ആർത്തി സിസ്റ്ററുടെ വീടാണത്? എന്റെ വീടാണ്. ഈ പറഞ്ഞ പോലെയാണോ എല്ലാം കാണുന്നത്? ആ അതെ അതെ. ഇൻ ദ നെയിം ഓഫ് സിസ്റ്റർ ഏറ്റെടുത്ത ആരുടെ ഷട്ടാ അത്? ഹസ്ബൻഡിന്റെ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ, കർത്താവിനെ തൊടുവെക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവി അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നല്ലോ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നല്ലോ. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനൊരു ഷെൽഫിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വാക്യത്തിൻ്റെ നമ്മുടെ ഇങ്ങനെ പിക്ചർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊരു വചനം ഒരു ഷെൽഫിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഭവനം കാണുന്നു. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതും ആ വ്യക്തി ഒരു ലെറ്റർ നിങ്ങളുടെ കയ്യിലിട്ടൊരു ഒരു പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് പോലത്തെ ഒരു സംഭവം കൈമാറുന്നതുമായിട്ടൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ ആരാന്ന് വെച്ചാൽ ആ ഭവനക്കാർ ഏറ്റെടുത്തോണം. മാത്യു എന്ന് പറഞ്ഞ വ്യക്തിയെ ഭവനത്തിലോട്ട് ദൈവം അയക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ വ്യക്തി മുഖാന്തിരം ദൈവം ഒരു വലിയൊരു കൈമാറ്റത്തെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഞാൻ ആ ഭവനത്തെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ അതിരുകൾ വിസ്താരമാകട്ടെ, ആ നിന്ന തുടച്ചു നീക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇന്ന് ഇടയാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. പറഞ്ഞാൽ അജേഷ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, വഴികളെ തുറക്കുന്ന ദൈവം, വാതിൽ തുറക്കുന്ന ദൈവം, നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവത്തിനായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ ഇന്ന് കർത്താവ് ചെയ്യുന്നല്ലോ. യേശു പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? അല്ലാത്ത സിസ്റ്ററുടെ മകനാണത്. അവന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ദൈവം ഇന്ന് അവനെ തൊടുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആൾ മാറിയവനെ പോലെ ആയിത്തീരട്ടെ. അത്ഭുതകരമായ മാറ്റം യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മേൽ സംഭവിക്കട്ടെ, അവൻ്റെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന നിങ്ങൾക്ക് കൈവച്ച് പറഞ്ഞോളാം, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാ, യേശുവിൻ്റെ വേദന വഹിച്ചതാ, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞ് എല്ലാവരും പറയാം, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാണ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ പിന്നെയും കാണിക്കും. പഴയ ഒരു കാലത്തിലെ ഒരു ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ആ ഫോട്ടോ ഇരിക്കുന്നത് വീടിൻ്റെ അകത്ത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ, അതായത് നേരെ നോക്കുമ്പോൾ അതിൻ്റെ വലത് കൈ ഒന്ന് നേരെ ഇച്ചിരി മാറ്റി വെച്ചാൽ ആ റൈറ്റ് സൈഡിലായിട്ട് കുറേ ഫോട്ടോസ് തൂക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആ ഫോട്ടോയിൽ ഒരു മീശ വെച്ചിട്ടുള്ള ഒരു പഴയ ഒരു പിതാവും അതിൻ്റെ കൂടെ ഈ മക്കളും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ, അതായത് പാൻസ് ഒക്കെ പാൻറ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കാണുന്നത്. ഒരു മീശ വെച്ച ഒരാളുടെ ഫോട്ടോയാണ്, പഴയ ഫോട്ടോയാണ്. അതിനകത്തൊരു കൊച്ചും കൂടെ നിൽക്കുന്ന ഒരു കുഞ്ഞു കൊച്ചല്ല, ഒരു കൊച്ചും കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ അകത്തുള്ള തലമുറകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പല ദുരനുഭവങ്ങളും പല ദുരന്തങ്ങളും സംഭവിച്ച ഭവനമാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വചനം പറയുന്നത് പോലെ ദുഷ്ടൻ്റെ ആശ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും എന്ന വചനത്താൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ എല്ലാ പരാജയ തകർച്ചകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ഫേസ്ബുക്കിൽ കാണുന്നവരായിക്കോട്ടെ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറയെ ഓർത്ത് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ നിന്നും അനർത്ഥങ്ങൾ വിട്ടൊഴിയുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ തുറന്നു വരുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ
ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ആനി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ആനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്നെ ആനിക്കൊരു സഹോദരനെ കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അവരുടെ കുടുംബമായിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു സ്ഥലത്തിൻ്റെ ഒരു 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 കുരുക്ക് പോലെ കിടക്കുന്ന ഒരു അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കുരുക്കിനെ ഇന്ന് കർത്താവ് അഴിക്കുക. ആ രണ്ട് വ്യക്തികളുടെ മേൽ കിടക്കുന്ന കുരുക്കുകൾ എവിടെ പോയാലും നിനക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതിനെ ഇപ്പോൾ ഞങ്ങളതിനെ മുറിച്ചു മാറ്റുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ അത് വിട്ടൊഴിയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപ ഇന്ന് ആ കുടുംബത്തിന് മേൽ ചൊരിയുന്നല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഈ പത്തായം, പഴയ ടൈപ്പ് നമ്മുടെ അരി ശേഖരിച്ച് വെക്കുന്ന ഒരു പഴയ പത്തായം പോലത്തെ ഉള്ള ഒരു ഭവനത്തെ കർത്താവ് ഒരു പഴയ ഇതാണ് കാണിക്കുന്നത്, വീടാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ പത്തായം എന്ന് പറഞ്ഞ സംഭവം പോലെ ഇരിക്കുന്ന ഇങ്ങനെ സ്റ്റോറേജ് ഉള്ള ഒരു സാധനം ഒരു ഭവനത്തിൻ്റെ അകത്തിരിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് ആ ഒരു കുടുംബത്തെ എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ കാലം മുതൽ കൈമാറി വന്ന പലതും നഷ്ടപ്പെട്ടു പോയ ഒരു ഭവനമാണ്. ഞാൻ നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു വേലി വന്ന് നിൽക്കുന്നത് പോലെ ഒരു കാഴ്ച ഇന്ന് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ മണ്ണും നഷ്ടപ്പെടുത്തുവാൻ നോക്കുന്ന ഇന്ന് കയറി കൂടിയത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനം വിട്ട് മാറുകയാണ്. ആ ഭവനം ഇപ്പോൾ തന്നെ ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താൽ എന്നത് സംഭവിക്കുകയാണ്. ദൈവത്താൽ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ ആ വേലി ഇന്ന് പൊളിയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ നന്മ നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ വേണ്ടി പോവാണ്. എൻ്റെ നഷ്ടപ്പെട്ട നന്മകൾ മടങ്ങി വരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ, ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഇപ്പം മ്യൂട്ട് മാറ്റേണ്ട, നിങ്ങൾ കേട്ടാൽ മതി, അതിനുശേഷം നിങ്ങൾ പ്രതികരിച്ചാൽ മതി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു ഭവനം. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ, മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തേ, മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഞാനൊരു ഓട്ടോറിക്ഷ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടോറിക്ഷ കിടക്കുന്നതെന്ന് വെച്ചാൽ വീടിനോട് ചേർന്നാണ് ഈ കിടക്കുന്നത്. ഓട്ടോറിക്ഷ കിടക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ബൈക്കും ആ ഭവനത്തിൽ ഇരിപ്പുണ്ട്. ഞാനത് പ്രാർത്ഥിക്കുമ്പം കർത്താവ് എന്നെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഓട്ടോറിക്ഷ ഇട്ടിരിക്കുന്നതിൻ്റെ അവിടുന്ന് ഒരു 3 സ്റ്റെപ്പ് കയറിയതിന് ശേഷമാണ് ഈ ഭവനത്തിലോട്ട് കയറുന്നത്. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ട് വശത്ത് തന്നെ ഒരു കലണ്ടർ കിടപ്പുണ്ട്. ആ കലണ്ടറിൽ ഒരു ഇളം പച്ച കളറുള്ള ഒരു ഡിസൈൻ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ഇളം പച്ച പോലത്തെ കളറിലെ ഒരു ചിത്രം, ഒരു കളർ ഷെയ്ഡ് ആ കലണ്ടറെ ഞാൻ കാണുന്നു പ്രാർത്ഥിക്കുമ്പോൾ. ഇന്ന് ആ ഭവനത്തെ കർത്താവിനെ തൊടുന്നു. ഞാൻ ആ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സഹോദരിയെ ആ ഭവനത്തെ കർത്താവ് എന്നെ തൊട്ടുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിനെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥകളെ ഇന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനം ഏറ്റെടുത്തു. ഞാൻ കാണുന്നത് വലിയൊരു ചേഞ്ച്. പറഞ്ഞു സിസ്റ്ററെ, എന്റെ ഭവനമാണത്. സിസ്റ്ററുടെ ഭവനമാണത്. ആണ്. ഏറ്റെടുത്തു സിസ്റ്റർ. ഇത് ആ റൂമിൽ തന്നെ ഇരിപ്പുണ്ട്. ഉണ്ട് സിസ്റ്റർ. ഇന്ന് കർത്താവ് തൊടുക സിസ്റ്ററെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് നിങ്ങൾ ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ആലോചന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം ഈ പ്രാർത്ഥനയിലേക്ക്. പലപ്പോഴും പിന്നീടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ നിവൃത്തികൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സാക്ഷ്യങ്ങൾ, ദൈവം തൊടുന്ന ആലോചനകൾ, അതിൻ്റെ പ്രതികരണം നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരണ ഉണ്ടാകുന്നത്. അപ്പോൾ സൂമിലും മറ്റ് ലൈവിലും ഒക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിലൂടെ സൂമിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പാ.
താങ്ക് യു ഹോളീസ്. ഞാനൊരു സരള എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സരളയ്ക്ക് വേണ്ടി ഇങ്ങനെ ആ വ്യക്തിയെ കാണിക്കുമ്പോൾ തന്നെ ഈ പണമിടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ, പണവുമായി ബന്ധപ്പെട്ട്, പൈസയുമായി ബന്ധപ്പെട്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ ഈ വ്യക്തിയുമായിട്ട് നടക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. എന്നാൽ ഇവിടെ തമ്പുരാൻ പറയുന്നു, ഇനി ആ വ്യക്തിയുടെ മേൽ ഇടപാടുകളെ നിങ്ങൾ ചെയ്യരുത്, അത് ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. മുന്നോട്ട് നിങ്ങൾക്ക് ഭാവിയിൽ അതൊരു നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയുമായിട്ട്, സരള എന്ന് പറയുന്ന വ്യക്തിയുമായി കണക്ട് ചെയ്തിട്ടുള്ള പണമിടപാടുകളെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കൊടുക്കൽ വാങ്ങലുകളും ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അത് മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾക്ക് മേടിക്കാതിരിക്കാനുള്ള അവസ്ഥയില്ല, പക്ഷേ നിങ്ങൾക്കത് മേടിച്ചേ പറ്റത്തുള്ളൂ എന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതാരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. ഇപ്പോൾ യേശുവിന് അത് സൂമിലാണെങ്കിൽ ഏറ്റെടുത്തോ, ലൈവിലാണെങ്കിൽ ഏറ്റെടുത്തോ. നിങ്ങൾക്ക് അത് പറ്റാത്തൊരവസ്ഥയാണ്, പക്ഷേ അതിനി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ദൈവം മറ്റൊരു വഴി തുറക്കും. അത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലതല്ല. യേശുവിൻ്റെ നാമത്തിൽ എന്നത് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ ദുഷ്ടൻ്റെ ആശകളും മാറട്ടെ, അവൻ്റെ പ്രവൃത്തികൾ അവിടെ നിന്ന് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ എന്നവിടെ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവെ, ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ നിരാശ, നിങ്ങൾ ബാക്കി പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. അല്ലാത്തവരെല്ലാം മൈക്ക്, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. പറയാത്തവരെല്ലാം ബാക്കി മ്യൂട്ട് ചെയ്ത്. അവിടെ അല്ലേ ഇരിക്കുന്നത്, അതിന്റെ പറയില്ല കത്രിയുടെ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ, എല്ലാ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവി, ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാൽ ഏത് രോഗത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഇന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഞാൻ അതിൻ്റെ മേൽ അത്ഭുതം കാണും. ഞാൻ അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി കാണും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സാക്ഷിയാകും. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച്, ആ മുറിവുകളുള്ള ഭാഗത്ത് കൈവച്ച്, അത് ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, എന്നാ രോഗമായിക്കോട്ടെ, ഷുഗറോ പ്രഷറോ ഏത് മാരക രോഗമായിക്കോട്ടെ, ഇനി അതിൻ്റെ അകത്തിന് മോചനമില്ലെന്ന് വിളിച്ചു പറയുന്നതായിക്കോട്ടെ, ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യം വ്യാപരിക്കുന്നു. ദീർഘായുസ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവിടെ അത്ഭുതകരമായ വിടുതലുകൾ അവിടെ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ സമൃദ്ധി അവിടെ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ സമൃദ്ധി അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കൈയെടുക്കുമ്പോൾ കർത്താവെ വേദന അവിടെ നിന്ന് വിട്ടുമാറട്ടെ. മുഴകൾ അപ്രതീക്ഷമാകട്ടെ. നടക്കാൻ കഴിയാത്തവർ നടക്കട്ടെ, സംസാരിക്കാൻ കഴിയാത്തവർ സംസാരിക്കട്ടെ. ഊവൻ സംസാരിക്കും, ചെകിടൻ കേൾക്കും, മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നതിന് നന്ദി. ഹീലിംഗ് പവർ ഇസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, സൗഖ്യത്തിന് നന്ദി, ഇപ്പോൾ തന്നെ വിടുതലുകൾക്ക് നന്ദി പറയുന്നപ്പോൾ അങ്ങ് തൊട്ട് അവരുടെ ശരീരത്തിൻ്റെ മേൽ, അവരുടെ ആത്മാവിൻ്റെ മേൽ രോഗശക്തികളെയും രോഗത്തിൻ്റെ ആത്മാവിനെയും ഞങ്ങൾ പുറത്താക്കുന്നപ്പോൾ അങ്ങ് തൊട്ട് വിടിവിച്ചതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യങ്ങളൊക്കെ ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. ഒരേ ആലോചന ഒരേപോലുള്ളവർക്ക് നിങ്ങൾ എടുത്തു പറയേണ്ട ഒരാൾ പറഞ്ഞാൽ മതി. ഞാൻ അതിനു മുമ്പായിട്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വിതച്ചത് നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ വിതച്ച ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. നിങ്ങൾ ഭാഗ്യവാൻ, നിങ്ങൾക്ക് നന്മ വരും എന്ന വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിതച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തെ കർത്താവ് അവർക്ക് വിതയ്ക്കുവാൻ അങ്ങ് വിത്ത് കൊടുത്തല്ലോ. ഈ ദിവസങ്ങളിൽ അവരുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒരു നഷ്ടവും വരാതെ വണ്ണം അവർ വിതച്ചത് നിമിത്തം കൊയ്തെടുക്കുവാനുള്ള സമൃദ്ധി ഉണ്ടാകട്ടെ. എത്ര ദുഷ്ടൻ അവരെ അപഹരിക്കാൻ നോക്കിയാലും അതിനെ മുഴുവനും ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ വെട്ടിമാറ്റി നിർമ്മിക്കുന്നതിനേപ്പാ. നന്മയുണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, വാരി വിതറി ദരിദ്രടുക്കാനുള്ള സമ്പത്തുണ്ടായെന്ന് പറയുന്നപ്പാ.
യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ള ഒരു പ്രാർത്ഥനാ വിഷയമല്ല എടുത്ത് ഞാൻ പറയുന്നു, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ ചില ചിന്തിക്കും, ബ്രദറെ പ്രാർത്ഥനാ വിഷയമുണ്ട് എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞാൽ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കാത്തത്. എനിക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ അല്ല. വൺസ് നമ്മൾ പ്രാർത്ഥിച്ചു, രണ്ട് വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് സാക്ഷ്യമുള്ളവർക്ക് കേൾക്കാം. ഫെബ്രുവരിയിൽ നമ്മുടെ ഈ മാസത്തെ മീറ്റിങ്ങിനെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും അത് ഓർത്ത് നന്ദി പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്, പറഞ്ഞോട്ടെ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ കൊച്ചുമോന്റെ കാര്യമാണ്. കൊച്ചുമോൻ ഒരു 6.5 മാസമായപ്പോൾ ജനിച്ചതാ. വെന്റിലേറ്ററിലൊക്കെ വെച്ചിരുന്ന് ഒരുപാട് പ്രാർത്ഥനയിൽ കിട്ടിയതാ എനിക്ക്. അവന് 3 വയസ്സ് കഴിയുന്നവരെ കാര്യമൊന്നും അങ്ങനെ പറയത്തില്ല. അവര് മധുരയില, തമിഴ്നാട്ടില. അവരന്നേരം അവിടെ തമിഴ്, അവന് അമ്മയാന്നേ അവന് മലയാളമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഞാനും മലയാളം ആദ്യം പറയുന്നേ അവനോട്. പക്ഷെ ഇവന് രണ്ടും കൂടെ ആയതുകൊണ്ടായിരിക്കും സംസാരിക്കത്തില്ല. ഇപ്പൊ അവര് ഖത്തറില. ഇപ്പൊ സ്കൂളിൽ വിടാറായപ്പോ ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോ തൊട്ട് അവർക്ക് ഭയങ്കര വെപ്രാളവാ. പിന്നെ സ്കൂളിൽ വിടാൻ പറ്റുമോ, അവനൊന്നും പറയുന്നില്ല. ഞാനപ്പോ എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോനെ, നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല, ദൈവത്തിന് സാധിക്കും. അസാധ്യമായത് എൻ്റെ കർത്താവിന് സാധിക്കും. മക്കളെ, മോനെ അത് പറഞ്ഞ് വിടെന്ന് പറഞ്ഞ് അവനെ ഇന്നലെ മിനിഞ്ഞാന്ന് കൊണ്ടുപോയി സ്കൂളിൽ ചേർത്ത്. അവ കൊണ്ടുപോകുന്ന നേരം മരുമോനും എല്ലാവർക്കും വിഷമമായിരുന്നു. അവനൊന്നും പറയത്തില്ലല്ലോ, എടുക്കത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവൻ പറയും, പക്ഷെ അവൻ സ്വന്തമായിട്ടൊന്നും പറയത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് അവർ ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. ഏപ്രിലേ ക്ലാസ് തുടങ്ങത്തുള്ളെന്ന് പറഞ്ഞു. മോക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവിടെ പോയി നിന്നപ്പോഴും ഞാൻ അവന് വേണ്ടിയിട്ട് എന്നും തലയെ കൈവച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ കുഞ്ഞിന് സാധാരണ മക്കള് സംസാരിക്കുന്നത് പോലെ അവരുടെ അതേ പ്രവൃത്തി എൻ്റെ കുഞ്ഞിന് പറ്റുമെന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം കാണിക്കുകയും പറയുകയും എടുക്കുകയും എല്ലാം ചെയ്യും എല്ലാം. പക്ഷെ എന്തോ ഒരു ഇച്ചിരി ഒരു വ്യത്യാസം പോലെയാ. ഇന്നലെ എന്തായാലും എൻ്റെ കുഞ്ഞിനെ അഡ്മിഷൻ കിട്ടി. അതെനിക്കൊരു ഭയങ്കര ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നു ബ്രദറെ. അവൻ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. എല്ലാവരും ഭാരപ്പെട്ടു, ഭയപ്പെട്ടു, പക്ഷേ വിശ്വസിക്കുന്നവരാൽ അടയാളം കാണും. കർത്താവ് തുറന്ന കൃപയ്ക്ക് നന്ദി, ദൈവം പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ അരിപ്പെട്ടിയുടെ കാര്യം പറഞ്ഞ, എൻ്റെ അരിപ്പെട്ടി വീട്ടിലുണ്ടായിരുന്നു. പഴയ വീട് പോലെ കാണിച്ചാണ് സിസ്റ്ററെ? പഴയ വീടല്ല, 8 വർഷമായോ വീടിനകത്ത്. വീട് കൂട്ടിയിട്ടേക്കുവാ. ഇതുപോലെ ഈ സ്റ്റോറേജ് ഉണ്ടെന്ന് പറഞ്ഞേ. വലിയ പെട്ടി, അരിപ്പെട്ടി, നെല്ലൊക്കെ ഇട്ട് വെക്കുന്ന വലിയൊരു അരിപ്പെട്ടി, നെല്ല് വെക്കുന്ന ഏറ്റെടുത്ത് സിസ്റ്ററെ. കർത്താവ് ഇന്ന് ഭവനത്തിൻ്റെ മേൽ തൂടും കേട്ടോ. ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് കർത്താവ് ഇന്ന് മാറ്റും. ബ്രദർ ആനി എന്ന് പറഞ്ഞത് എൻ്റെ സിസ്റ്ററാണ്. എൻ്റെ സഹോദരനുണ്ട്. ഞാൻ ഏറ്റെടുക്കുന്നു. അതുപോലെ പത്തായം എന്ന് പറഞ്ഞതും എൻ്റെ വീടാണ്. എൻ്റെ പപ്പായും മമ്മിയും താമസിച്ചിരുന്ന വീട്ടില് പത്തായുള്ള വീടാണ്. ഏറ്റെടുത്ത് സിസ്റ്ററെ. ഇന്ന് സഹോദരിക്ക് വേണ്ടിയും ആ സഹോദരന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. വലിയൊരു സാക്ഷ്യമായിട്ട് കേൾക്കും കേട്ടോ. ദുഃഖവാർത്തകളെ ദൈവം എടുത്തു മാറ്റി സാക്ഷ്യമാക്കി ദൈവം മാറ്റി. അവിടെ പറയണം. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ കേൾക്കാം? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ. ഇപ്പൊ ബ്രദർ, ഇപ്പൊ എന്റെ ഇടത്ത് കൈയുടെ ഒരു വിരലിന് ഇടയ്ക്ക് വേദനയായിട്ടുണ്ടായിരുന്നു. മടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇരുന്നിരിപ്പില് ഒരു ഭയങ്കര വേദന അങ്ങോട്ട് കയറി വന്നിട്ട് ആ വിരൽ നൂർക്കാനും വയ്യ, മടക്കാനും വയ്യാത്ത വല്ലാത്തൊരു ചുറ്റുപാടിലായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ബ്രദറിന്റെ പ്രാർത്ഥന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അതേ കൈ വെച്ച് ഞാനും ഇരുന്നു. കൈ എടുത്തു കഴിഞ്ഞപ്പോ ബ്രദറിന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ആ വേദന എന്റെ കംപ്ലീറ്റ് മാറിയത്. നന്ദി കർത്താവ്. അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയ പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ മേൽ നമുക്ക് ദയമുണ്ട്. സൗഖ്യം നമ്മുടെ അവകാശമാണ്. പ്രിയാനിയുടെ മേൽ കർത്താവ് ആ സൗഖ്യത്തെ കൊടുത്ത വേദന പൂർണ്ണമായും മാറി അല്ലേ? ആമേൻ. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദർ പറഞ്ഞില്ലേ, ഒരു വീടിന്റെ ഡോറ് തുറന്നിട്ട്
നേരെ കയറി വരുമ്പോ ഒരു ഡൈനിങ് ടേബിള്, അതിന്റെ അവിടെ ഒരു കസേര, ഒരു ടീഷർട്ട് ഇട്ടിരിക്കുന്നത്, അതിന്റെ നേരെ ആ ഡൈനിങ് ടേബിളിന്റെ നേരെ തന്നെ ഒരു ഒരു റെഡ് അലമാരി വെച്ചിട്ടുണ്ട്. അലമാരിയുടെ തൊട്ട് മേളില് ഹാങ്കർ തൂക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ സാറ് ബ്രദറെ? അത് എന്റെ പേര് സജി എന്നാണ്. ഇത് ഞാൻ വീട്ടിൽ സൂം കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഏറ്റെടുത്ത പേരെ കർത്താവ് അത് കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ. ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ നാമത്തെ ഞാനത് സ്വീകരിക്കുന്നു, ഞാൻ ആലോചനയെ സ്വീകരിക്കുന്നു, ഞാൻ അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞോണം കേട്ടോ. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും. ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. എന്റെ പേര് ആനി എന്നാണ്. ഇപ്പം ബ്രദർ പറഞ്ഞ ആലോചനയില് അത് എനിക്കും അത് സിമിലർ ആയിട്ടുള്ള അനുഭവമാണുള്ളത്. എൻ്റെ ഞാനും എൻ്റെ ബ്രദറും ബ്രദറ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമി സംബന്ധമായിട്ട് പുള്ളിക്കാരന് കുറെ വലിയ നഷ്ടം ഉണ്ടായി. ദൈവകൃപയാൽ അത് പിന്നെ ഞങ്ങളായിട്ടാണ് അത്. ഇപ്പം പുറത്തൊന്നും ഇല്ല, ഞങ്ങളത് വാങ്ങിയിട്ടുണ്ട്, എല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ബ്രദറിന്റെ കയ്യിൽ നിന്ന് കുറെ ഭൂമി നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ നമ്മൾ വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഈ 10,000 അത് വീട്ടിലുണ്ട്. പഴയ വീടാണ്, പഴയ അറയുന്നവരെയുള്ള വീട്. അവര് കുറെ പ്രതിസന്ധിയിലൂടെയാണ് ബ്രദറും ഫാമിലിയും കടന്നു പോയത്. ഒരു മിനിറ്റ് നിങ്ങൾ മ്യൂട്ട് മാറ്റി ബാക്കി ആൾക്കാരെല്ലാം മ്യൂട്ട് ചെയ്ത് പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു സിസ്റ്ററെ. നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്ലേ, പറയാനുള്ളവർ സംസാരിക്കുമ്പോൾ ബാക്കി ആൾക്കാർ നിങ്ങൾ മറ്റാരെങ്കിലും ഉണ്ടോ സിസ്റ്റർ? ക്ലിയർ ആയില്ല. എന്തായാലും അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞോ ബ്രദറെ. പറഞ്ഞില്ല കുറെ 4 താക്കോൽ കൂട്ടം വീട് അടഞ്ഞു കിടക്കുന്ന മുറി. ബ്രദർ അതിനകത്തിരിക്കുന്ന ആളെ കുറിച്ചാണ് ബ്രദർ പറഞ്ഞത്. ഞാൻ സിസ്റ്ററെ ആലോചന ഒന്നും കൂടെ കേൾക്കുക. ഞാനത് ആ സമയത്താണ് പറഞ്ഞത്. അത് ഒന്നും കൂടെ സിസ്റ്റർ യൂട്യൂബിൽ കേൾക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോണം. കർത്താവ് ഇടപെടുന്ന സമയത്ത് ആലോചന ശ്രദ്ധിച്ചോണം കേട്ടോ. യൂട്യൂബിലുണ്ട്, അതൊന്നും കൂടെ കേൾക്കുക യൂട്യൂബിൽ. ഹലോ ബ്രദർ. പറഞ്ഞു ബ്രദർ. എന്റെ വീട്ടിലാണ് സ്റ്റാൻഡില് യെശയ്യാ 41:10 നീ ഭയപ്പെടേണ്ട എന്നുള്ള വചനം എഴുതി വെച്ചിട്ടുള്ളത്. സിസ്റ്റർ ഏറ്റെടുത്തോട്ടെ. കർത്താവ് എന്ന കുടുംബത്തെ ഇന്ന് ദൈവം തൊടാൻ വേണ്ടി പോകണം. ആ വചനപ്രകാരം ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകണം. അതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ കാണും. പക്ഷെ ഭയപ്പെടരുത്, കർത്താവ് കൂടെയുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ വലിയ കാര്യം ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോവാം. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. എനിക്കൊരു സാക്ഷിയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടില് എന്നും പ്രശ്നങ്ങളാ. എന്നിട്ട് ഞാൻ അവക്ക് ഇതുപോലെ ഓരോ വചനങ്ങൾ പറഞ്ഞു കൊടുക്കും. അന്നേരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുകള അത് പറഞ്ഞു കൊടുത്ത്. അന്നേരം ഈ ഒരു ദിവസം ഈ കൊച്ചിന് കയ്യിലൊരു തേള് അത് അന്നേരം എന്നെ വിളിച്ചായിരുന്നു. അന്നേരം ഞാൻ ഈ വചനം ചെല്ലാൻ പറഞ്ഞു. കടിച്ചവും കുത്തിയതും ഒന്നുമില്ല അത്. അന്നേരം ഈ കൊച്ചു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുള്ള അധികാരം ഉണ്ടെന്ന് ചെല്ലിക്കൊണ്ടിരുന്ന് അത് താൻ അങ്ങ് ഇറങ്ങിപ്പോയി. അന്നേരം ഞാൻ അതിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ എൻ്റെ കൂടെ ഇങ്ങനെ കൊല്ലത്ത് പ്രേയറിന് വരണം. അന്നേരം അത് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥന വിഷയം ഞാൻ പറഞ്ഞ് അവിടെ വന്നാ മതി എൻ്റെ കൂടെ. അങ്ങനെ 2 പേര് എൻ്റെ കൂടെ വരാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കൊല്ലത്ത്. തീർച്ചയായിട്ടും കർത്താവ് അനേകരെ കൂട്ടിക്കൊണ്ട് വരട്ടെ. നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ അനേകരെ കർത്താവ് കൊണ്ടുവരട്ടെ. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. അവരുടെ പറയണം, കർത്താവ് അത്ഭുതം ചെയ്ത് തന്നെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരണം. ദൈവം സാക്ഷിയാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞോ. പറഞ്ഞു സിസ്റ്റർ. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞോ. എനിക്കൊരു 3 സാക്ഷിയുണ്ട്. ഇന്ന് ബ്രദർ പറഞ്ഞ ആ ഭിത്തിയില് ഫോട്ടോ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അതിനകത്തുണ്ട്. അത് എന്റെ കൊച്ചു കുഞ്ഞാണ്, എന്റെ കൊച്ചു ഗ്രാൻഡ് ബേബിയാണ്. പിന്നെ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ സാറ്റർഡേയില് ഞാനിങ്ങനെ പ്രെയർ ഞാൻ
അമേരിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തോണ്ട് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ എൻ്റെ ഫ്ലോറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ആ മീറ്റിംഗ് അന്യഭാഷയിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്ലിപ്പ് ചെയ്ത് നല്ലതായിട്ട് അങ്ങ് വീണു. എൻ്റെ തലയെ അടിച്ചു, മുട്ടുമടങ്ങി നല്ലതായിട്ട് വീണു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വചനം പറഞ്ഞു, എൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല. പക്ഷെ ആ വീഴ്ചയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അസ്ഥികളൊക്കെ ഒടിയാമായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് വചനം പറഞ്ഞു, ഞാൻ പിടിച്ചൊക്കെ എഴുന്നേറ്റു. എനിക്കൊന്നും പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ അല്പം സ്വെല്ലിങ് എൻ്റെ കാലിലുണ്ടായിരുന്നു. ഞാൻ അതിൽ നോക്കി ഞാൻ വചനം പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഒന്നും എനിക്ക് പറ്റിയില്ല. നല്ല ആരോഗ്യത്തോടിരിക്കുന്നു. പിന്നെ വേറൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ മുതുകിൽ റൈറ്റ് സൈഡിൽ വർഷങ്ങളായിട്ട് എനിക്ക് പെയിൻ അനുഭവപ്പെടുമായിരുന്നു. ഇച്ചിരി നേരം കിച്ചണിൽ നിന്നാൽ മതി, ഭയങ്കര വേദനയായിരുന്നു. ഞാൻ 1 മാസം ആയതേ ഉള്ളൂ ഈ മീറ്റിംഗ് കയറിയിട്ട്. പക്ഷേ വചനം പറഞ്ഞു, അത് പിന്നെ എനിക്ക് വന്നിട്ടേ ഇല്ല. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എത്ര വർഷമായിട്ടുള്ള വേദനയായിരുന്നു വർഷങ്ങളുണ്ടായിരുന്നു, വർഷങ്ങളായിരുന്നു. എന്നാലും ഏകദേശം ഒരു 8-9 വർഷമായ വേദന. ഞാനിത് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഈ നമ്മൾ ഈ അനേക കാലങ്ങളായിട്ട് രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വർഷങ്ങൾ പറയുമ്പം ചിലപ്പോൾ ഇതേപോലെ രോഗത്തിരിക്കുന്ന ആൾക്കാർക്ക് വിശ്വാസം വരും, എൻ്റെ രോഗവും സൗഖ്യമാകും എന്നൊരു വിശ്വാസം വരുമ്പോൾ ഞാൻ ഈ വർഷം ചോദിക്കുന്നത് എപ്പോഴും. ഇന്ന് സിസ്റ്റർ പറഞ്ഞുകൊണ്ട് തന്നെ 8-9 വർഷമായിരുന്നു. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും, ഞാൻ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ജോലി ചെയ്യുമ്പോൾ ആ സൈഡിൽ എനിക്കങ്ങ് വേദന വരും. അപ്പം ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയും, ഒന്ന് തട്ടിക്കേ, മുതു തട്ടിക്കേ എന്നൊന്ന് പറയും. അങ്ങനെയാണ് ജോലി ചെയ്യുന്നോണ്ടിരുന്നത്. പക്ഷേ അന്ന് വചനം പറഞ്ഞു, എനിക്ക് ഇന്നേ വരെ ആ വേദന വന്നിട്ടില്ല. പക്ഷെ ഇടയ്ക്കൊന്ന് തോന്നുമ്പോൾ ഞാൻ പറയും, പിശാചേ, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയതാണ്, നിനക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് പറയും. അത് അന്നേരം വിട്ടു പോകും. താങ്ക് യു ബ്രദർ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 8-9 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. 1 മാസമായിട്ട് സിസ്റ്റർ പ്രാർത്ഥന കയറാൻ തുടങ്ങിയുള്ളൂ. കർത്താവിന് ഇതുപോലെ തന്നെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും തെസ്സലോനിക്ക സഭ പോലെ വളരുവാനും വർദ്ധിക്കുവാനും കർത്താവ് ഇടയാക്കി എന്ന് പറഞ്ഞാൽ വലിയൊരു വീഴ്ചയുണ്ടായി. വീഴ്ച നിമിത്തം സിസ്റ്റർ നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, സ്വെല്ലിങ് അവിടെ ഉണ്ടായിരുന്നു. ഭയപ്പെടാനും ഭാരപ്പെടാനും നമ്മളെ രോഗിയായിട്ട് കിടത്താനും അത്രയും മതി. പക്ഷേ സിസ്റ്റർ വിശ്വസിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വചനങ്ങൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? വീഴ്ചയ്ക്ക് നിമിത്തം ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞു, നല്ലൊരു വീഴ്ചയാണ്. പക്ഷേ പിറ്റേ ദിവസം തന്നെ അത് പൂർണ്ണ സൗഖ്യവും തന്നെ, ഒരു കുഴപ്പവും ഇല്ലാതെ വണ്ണം കർത്താവ് വിടിവിച്ചു. ഇന്ന് കേട്ടതുപോലെ തുടക്കത്തിലെ ആലോചന പോലെ തന്നെ ഒരു വീട്ടിൽ ഫോട്ടോ വെച്ചേക്കുന്ന, കൊച്ചുമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചേക്കുന്ന ഒരു ഭവനത്തെ കാണിക്കുന്നു പറഞ്ഞാൽ ആ ഭവനവും സിസ്റ്ററുടെ ഭവനം തന്നെയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനിയും വളർത്തട്ടെ, ഉയർത്തട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ സിസ്റ്ററുടെ വർഷം എടുത്ത് ചോദിച്ചത്, ഇതേപോലെ രോഗികളായി ഭാരപ്പെടുന്ന വർഷങ്ങൾ പഴക്കമുള്ളവരുണ്ടെങ്കിൽ കേട്ടെ, നിങ്ങൾക്കും സൗഖ്യമാകുവാൻ കഴിയും. പഴക്കം ചെന്ന രോഗങ്ങൾ പോലും യേശു അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു 4 മാസം പറഞ്ഞു. എന്തോ എന്റെ മോള് മെഡിക്കലിന് പോയ സമയത്ത് അവിടെ ഭയങ്കര മെഡിക്കൽ എല്ലാ പ്രശ്നങ്ങളാന്നൊക്കെ പറഞ്ഞു എറണാകുളത്ത്. ആ സമയത്ത് ബ്രദറിനൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. അവളവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ വന്ന മിക്കവരും മെഡിക്കൽ അൺഫിറ്റായി മടങ്ങിയെങ്കിലും ഒരു നാളെ റിസൾട്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞ സമയത്തും അവൾക്ക് 3 മണിക്ക് തന്നെ റിസൾട്ടുമായിട്ട് വരാൻ പറ്റി. പക്ഷെ ആ റിസൾട്ട് വെച്ച് അവൾ അപ്ലൈ ചെയ്തപ്പോൾ ആ വിസ പാസ്സായതിന്റെ 3 ഡേയ്സ് കഴിഞ്ഞപ്പം വീണ്ടും ആ വിസ റിജക്റ്റ് ആയി. ബഹറിൽ അങ്ങനെ ഒരു സംഭവം ഭയങ്കര റെയർ കേസിലാണ് വരുന്നത് ബ്രദറെ, ഈ വിസ റിജക്റ്റ് ആകുന്നത്. എങ്കിലും അവള് വീണ്ടും ഒരു അപ്ലൈ ചെയ്തു. ഇന്നലെ ബ്രദർ പറഞ്ഞു, ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു ഈ സമയം തന്നെ വിടുതൽ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഒരു ഹാഫ് ആൻഡ് അവർ കഴിഞ്ഞപ്പം അവളുടെയും അവിടെ കുഞ്ഞിന്റെയും വിസ പാസ്സായ പേപ്പർ കിട്ടി എനിക്ക് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ്റ്റർ പറഞ്ഞുള്ളത് നമ്മൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ ഏറ്റെടുത്തു. അതങ്ങനെ റിജക്റ്റായ വിഷയമായിരുന്നു. ആ സമയത്ത് സിസ്റ്റർ സ്വീകരിച്ചു, ഞാൻ ആ വിടുതലിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ നിമിഷം തന്നെ, അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ കർത്താവിൻ്റെ സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു. അപ്പം നമ്മൾ ഈ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്ന നിസ്സാര കാര്യമെന്ന് മനസ്സിലായോ? അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കണ്ടു. റിജക്റ്റ് ആയതിനെ ദൈവം അനുകൂലമാക്കി മാറ്റി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇനിയും കർത്താവിൽ വളരുക, ആലോചനകളെ സ്വീകരിക്കുക, സാക്ഷ്യങ്ങളെ പ്രാപിക്കുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. ഹലോ പറഞ്ഞു. ഞാൻ നാട്ടിന് മാത്രം ബ്രദറെ, എന്റെ മോള് 2ാമത്തെ മോള് OET എക്സാം പല പ്രാവശ്യം എഴുതി 1 മാർക്ക് വെച്ച് അവള് ഒറ്റ മാർക്കിന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ബ്രദർ പറഞ്ഞ വചനങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, തടസ്സങ്ങൾ നീങ്ങാനുള്ള വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോ അതിന്റെ റിസൾട്ട് വന്നു.
കുഞ്ഞു പാസ്സായി, എല്ലാത്തിനും ബി കിട്ടി പാസ്സായി. വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ബ്രദറിന് നന്ദി. ദൈവത്തിന് 1000 നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. എന്ന് പറഞ്ഞ പോലെ പരാജയങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിട്ടും അത് വിട്ടുകൊടുത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തിലും വചനത്തിലും പറഞ്ഞുകൊണ്ടിരുന്നു. ആ പരാജയത്തിൻ്റെ മേൽ ജയത്തെ കാണും. നമുക്കറിയാം ഒത്തിരി ആൾക്കാർ പരാജയപ്പെട്ട് നിരാശപ്പെട്ടു പോകുന്ന എക്സാമാണ്, പ്രത്യേകിച്ച് OETയും IELTSഉം ഒക്കെ. പക്ഷേ ആ പരാജയത്തിൽ നിരാശപ്പെട്ടു പോകാതെ വിശ്വാസ വചനം പറഞ്ഞ് ഇന്ന് സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലെസ് യു. രാജ്യങ്ങളുടെ നന്മ തുറക്കട്ടെ, വേഗത്തിൽ രാജ്യങ്ങളുടെ നന്മ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? പാസ്റ്റർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ ഒരു 2020 എനിക്കൊരു ക്യാൻസറിന്റെ രോഗം വന്നായിരുന്നു. അപ്പം 6 മാസം കൂടിയിരിക്കെ ചെക്കപ്പിന് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്ത് അൾട്രാസൗണ്ട് സ്കാനും എല്ലാം ചെയ്ത് ഇന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷം. ഡോക്ടർ എന്നിട്ട് പറഞ്ഞു, ആൻറ്റിയോട് ഇനി ഒരു കാര്യം പറയട്ടെ, ആൻറ്റി ഇനി 6 മാസം അല്ല 1 വർഷം കഴിഞ്ഞ് ഇനി വന്നാൽ മതിയെന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞു. ദൈവം വിടുവിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്തു. നന്ദി കർത്താവ്. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ മാരകമായ രോഗമായ ക്യാൻസറിൻ്റെ അകത്തുനിന്നും ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി എപ്പോഴും ചെക്കിന് വരണ്ട. അത് നമുക്കറിയാം, വർഷാവർഷം അത് നോർമൽ ചെക്കപ്പാണ്, അത് മാനുഷികമായിട്ട് അതായത് മെഡിക്കൽ റിപ്പോർട്ടിൽ വരുന്നതാണ്. പക്ഷേ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട, ഇനി നേരെ അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. കർത്താവ് അങ്ങനെ കൊടുത്ത മാറ്റത്തിന് നന്ദി. വചനം പറയുന്ന പോലെ ദീർഘായുസോടെ ഇരുന്ന് എപ്പോഴും പറയുന്ന ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. എന്തോ പറഞ്ഞു. എന്തോ പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സാക്ഷ്യം പറയുന്നത്. ഇപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ മോൾക്ക് ജോലിയുടെ വീട്ടിലെ പെണ്ണിന് എപ്പോഴും ജലദോഷം ആയിരിക്കും. ജലദോഷം എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ എപ്പോഴും ചീറ്റി ഉറങ്ങൂല. രാവിലെ ആകുമ്പോ കിടന്ന് ഉറങ്ങുമായിരുന്നേ. ഞാനിവിടെ വന്നപ്പോ ഭയങ്കര ജലദോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 6 മാസം നിന്നിട്ട് പോയപ്പോഴും അന്നേരം എനിക്ക് അറിയില്ല ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ ഞാൻ പറഞ്ഞ യേശുവിന്റെ അടിപ്പിന് സൗഖ്യം വരും, അത് പറയണം, ഞാൻ പ്രാർത്ഥിക്കണുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 1 മാസമായിട്ട്, ഞാൻ കഴിഞ്ഞ 7-ാം തീയതി വന്നതാണ്, 1 മാസമായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ മോള് നടക്കണ്ട. അതിന് വലിയ ദൈവത്തിന് മഹത്വമാണ്. ആ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് ബ്രദറെ. എന്നും ജലദോഷമായിട്ട് ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അലർജി സംബന്ധമായിട്ട് എല്ലാ ദിവസവും അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് പ്രിയ നമ്മൾ വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ അവിടെ അവർക്ക് സാക്ഷ്യമായിട്ട് മാറുന്നവരാണ് നിങ്ങൾ. പ്രിയ കുടുംബത്തിന് വേണ്ടി ചെന്നു, ആ കുടുംബത്തിൽ ചെന്നത് ആ രോഗത്തെ ജയിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സഹായിച്ചു. അനേകർക്ക് ഇനിയും അനുഗ്രഹമാകട്ടെ. നിങ്ങൾ ചെല്ലുന്ന പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ യേശുവിൻ്റെ സാക്ഷിയായി നിങ്ങൾ എല്ലാവരും തീരട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ടോ. എന്റെ മോന്റെ കുഞ്ഞിന്, എന്റെ പേര് അശ്വതി എന്നാ, ഞാൻ ബാല ചേർത്തിന്റെ എന്നുള്ളതാണ്. അപ്പൊ എന്റെ മോന്റെ കുഞ്ഞിന് 3 വയസ്സ് കഴിഞ്ഞു. അപ്പം 2 വയസ്സ് വരെയൊക്കെ അതിന് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോ മുതലേ ഭയങ്കര വിക്കായിരുന്നേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിക്കാനായിട്ട്. ഒരു കാര്യം പറഞ്ഞ കുറേ സമയം വേണമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇങ്ങനെ കുഞ്ഞിന്റെ ഈ വിക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ ബ്രദറിന്റെ ഇതിനകത്ത് കയറിയിട്ട് 2 മാസം കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ബ്രദർ പറഞ്ഞ വചനം തന്നെ ചൊല്ലി വിശുദ്ധ തിരുമുറിവിനെ കുഞ്ഞിന്റെ വിക്ക് മാറിപ്പോട്ടെ എന്ന്. അപ്പൊ അത് അടുത്ത് വരുമ്പോഴൊക്കെ തലയിലും കൈവച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ബ്രദറെ, അതിപ്പോ 1 മാസത്തോളമായിട്ട് ഒരു കുഴപ്പം, നല്ല സ്ഫുടമായിട്ട് തന്നെ കുഞ്ഞ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു, അതിന് ഈ കാരിത്താസിൽ കൊണ്ടുവന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അന്നും ബ്ലഡിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ അതിന് ഈ തലയിട്ട് ഇങ്ങനെ വെക്കുകയും ഒരു സൈഡ് കൈ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ താന്നു വരികയും ഒരു ബലക്കുറവ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുമെല്ലാം ഇപ്പൊ മറയാൻ വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദർ ഈ വചനം പറഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഈ 2 വിഷയത്തിനും കുഞ്ഞിന് പൂർണ്ണ വിടുതൽ കർത്താവ് തന്നെ ഞാൻ കോടാനും കൂടി നന്ദി പറഞ്ഞു. അതുപോലെ ഇതിനകത്ത് കയറുന്ന ലീന എന്ന് പറഞ്ഞ കൊച്ചി ഇന്നലെ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞു. അതിനോ എന്റെ പിള്ളേർക്ക് 2 പേർക്ക് എന്തെങ്കിലും ഒരു വരുമ്പോ തുടങ്ങി എന്നെ വിളിക്കും, ചേച്ചി കൊച്ചു പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കും ചേച്ചി,
എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ആ പിള്ളേർക്ക് വേണ്ടി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം, ദൈവം പ്രവർത്തിക്കട്ടെ, നമുക്ക് കഴിവില്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മേലാഴിക മൂത്ത കുഞ്ഞിന് തലവേദനയാന്ന് പറഞ്ഞ് അന്ന് എന്നെ വിളിച്ച് പറഞ്ഞ സമയം പ്രാർത്ഥിച്ചു. കുഞ്ഞിന് അതിൽ പിന്നെ ഇന്ന് വരെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ പോലെ ഇളയ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം എല്ലാം പനിയും ഒക്കെ ആയിട്ട് ഭാരപ്പെട്ട് അപ്പോഴും വിളിച്ച് ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കും. മോൻ പറയും ചേച്ചിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ പറയും. അപ്പം ഞാൻ എപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കും, ഏത് രാത്രിയിലാണെങ്കിലും പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് അവിടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആ സഹോദരിക്കും പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, അങ്ങനെ ഒരുപാടൊന്നും അറിയില്ല. പക്ഷെ ബ്രദറിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മുതലാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുക കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് അവർക്കൊക്കെ സൗഖ്യം കൊടുക്കുന്നുണ്ട്, വിടുതൽ കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൽ കൂടി നന്ദി പറഞ്ഞതിന് ഒരാഗ്രഹം മാത്രമേ, കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അഭിഷേകം നന്നായിട്ട് പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും മിസ്റ്റർ, കർത്താവ് അത് അത്ഭുതം ചെയ്യും. എന്തായാലും കോട്ടയത്ത് വന്ന് കർത്താവിൻ്റെ കൃപയാൽ ഈ സാക്ഷ്യം പറയണം. കർത്താവിൻ്റെ കൃപയാൽ തീർച്ചയായിട്ടും ആ മോൻ്റെ കാര്യം വലിയൊരു സാക്ഷ്യമാണ്. കുഞ്ഞിൻ്റെ കാര്യം പറയുന്നത്, കുഞ്ഞിന് വിക്കായിരുന്നു. അത് മാത്രമല്ല, ഒരു വശത്ത് നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഒരു വശം തളരുന്ന പോലെ അവസ്ഥയായിരുന്നു. ഇത് കാരിത്താസിൽ അതെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്താണ്. പക്ഷേ പ്രിയ സിസ്റ്റർ പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ, കർത്താവിൻ്റെ വചനത്തിൽ അടി ഉറച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ വിക്ക് മാറി. ആ കൊച്ചിൻ്റെ വിക്ക് മാറി, ഇപ്പം നന്നായിട്ട് സംസാരിക്കും. നമുക്കറിയാം വിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം ചെയ്തു. അതുമാത്രമല്ല ആ രോഗം പ്രിയ കുഞ്ഞിൻ്റെ ഒരു വശം ഇങ്ങനെ തളർന്നു പോകുന്നത് പോലെ കൈയും കാലും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു, ശരീരത്തിൻ്റെ ഒരു വശം തലയിലുമൊക്കെ. പക്ഷേ പ്രിയ മക്കൾ പ്രാർത്ഥിച്ചു, ആ ബ്ലഡിലെ കുഴപ്പങ്ങളൊക്കെയും യേശു അത്ഭുത സൗഖ്യം കൊടുത്തു. സിസ്റ്റർ അത് സാക്ഷ്യം പറയണം. കാര്യം ഇതുപോലെ തലമുറകളുടെ ബുദ്ധിമുട്ടിൽ ഭാരപ്പെടുന്ന അനേകർ ഇത് കേൾക്കുമ്പോൾ അവർക്കും പ്രാർത്ഥിക്കുവാൻ, ഇൻസ്പിറേഷൻ ഉണ്ടാകുവാൻ, വിശ്വാസം ഉണ്ടാകുവാൻ ഈ സാക്ഷ്യങ്ങൾ ഇനിയും പറയണം. ഗോഡ് ബ്ലസ് യു. നമുക്ക് കോട്ടയത്ത് പിന്നെയും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറയുവാൻ? പാസ്റ്റർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. എനിക്ക് 76 വയസ്സുണ്ട്. ഞാന് ഒരു ദിവസം പോയ ഉടനെ ഞങ്ങളുടെ പട്ടണത്തിൽ കൂടെ നടന്ന ഉടനെ കമന്നടിച്ച് നിലത്ത് വീണു. എന്റെ ഇടത്ത് കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായി. എനിക്ക് എഴുന്നേറ്റ്, ഞാൻ ഒന്നും അറിയാത്ത തരത്തിൽ ഞാൻ അവിടുന്ന് എഴുന്നേറ്റു. ഒരു തരത്തിൽ ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് മുട്ടാനൊക്കെ നടക്കാൻ വയ്യ. ഞാൻ ദിവസവും ട്രാക്റ്റുകൾ കൊടുക്കാനായിട്ട് ഇങ്ങനെ പോവുക പതിവാണ്. ഞാൻ ട്രാക്റ്റുകൾ കൊടുക്കാനായിട്ട് പോവുക പതിവായിരുന്നു. ഈ വേദന വെച്ചോണ്ട് ആശുപത്രിയിൽ പോയി ഒട്ടും കുറവില്ല. ഈ വേദന വെച്ചോണ്ട് തന്നെ ഞാൻ വീണ്ടും ട്രാക്റ്റുകൾ കൊടുക്കാൻ പോയി. ദൈവം എനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം തന്നു. ആ ദൈവത്തെ പൂർണ്ണമായിട്ട് എനിക്ക് വിളിച്ച് ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ട് പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ പല്ലിന് വേദനയായിട്ട് പല്ലെടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. എനിക്ക് നഷ്ടപ്പെടാത്ത അഭിഷേകവും അന്യഭാഷ കൃപയും കിട്ടണം. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് ആ അന്യഭാഷ കൃപയും അഭിഷേകവും എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആ നഷ്ടപ്പെടാത്ത കൃപ എനിക്ക് ലഭിക്കണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും പ്രിയ അമ്മ പറഞ്ഞ പോലെ തന്നെ വീഴ്ച നിമിത്തം ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ പിന്നെയും മുന്നോട്ട് പോകുവാൻ തളർന്നു പോകാതെ ദൈവം ബലം കൊടുത്തു, ദൈവം ശക്തി കൊടുത്തു. മുന്നോട്ട് ഇനിയും കർത്താവിൻ്റെ അഭിഷേകത്തിലും കൃപയിലും വളരുവാൻ കർത്താവ് ശക്തീകരിക്കും. പ്രായം വിഷയമല്ല. 80-ാമത്തെ വയസ്സിലാണ് മോശ മിസ്രൈമിൽ ലക്ഷക്കണക്കിന് ജനത്തെ ചെരുപ്പ് തേയാതെ വസ്ത്രം മുഷിയാതെ ദൈവത്താൽ നടത്തപ്പെട്ടത്. ഇനിയും കർത്താവിൻ്റെ നാമത്തിൽ മുന്നോട്ട് അനേകടങ്ങളിൽ പോട്ടെ. ഇന്ന് ആ വീഴ്ച നിമിത്തം ദുരന്തം സംഭവിക്കാതെ കർത്താവിൻ്റെ സാക്ഷിയാക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു. ഇനിയും കർത്താവ് ശക്തീകരിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു രോഗസൗഖ്യം കിട്ടി, അത് പറഞ്ഞു. പറയട്ടെ ബ്രദറെ. ഒരു 20 ദിവസമായി ഞാന് ഞങ്ങളുടെ വയലിൽ നിന്ന് ഒരു വാഴക്കുല എടുത്ത് ഇങ്ങനെ വെട്ടിക്കൊണ്ട് വരുമായിരുന്നു. അന്നേരം എനിക്ക് എന്തോ ഒന്ന് മിന്നിയ പോലെ തോന്നി. പക്ഷെ അത് വേദനയാൽ ഞാൻ ഭാരപ്പെടുമായിരുന്നു. എങ്കിലും എല്ലാരോടും പറഞ്ഞ് അച്ഛനൊക്കെ എണ്ണയൊക്കെ ഇട്ട് തടവിയെങ്കിലും നമ്മുടെ എൻ്റെ വയറിന്റെ താഴെ വശത്തായിട്ടായി നല്ല വേദനയായിരുന്നു. എന്നിട്ട്
ഞാൻ ഈ കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് 10-20 ദിവസം പറഞ്ഞിട്ടൊന്നും മാറിയില്ല. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യല്ല കർത്താവേ, എനിക്ക് പായിട്ടിരുന്നൊന്നും പ്രാർത്ഥിക്കാൻ വയ്യ എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടിലേ കിടന്നിങ്ങനെ ഉറങ്ങി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴത്തേക്ക് ആ വേദനയെല്ലാം മാറി ബ്രദറെ. എന്റെ ശരീരം സ്വസ്ഥമായെന്ന് ഞാൻ മനസ്സിലാക്കി. കർത്താവിന് 1000 നന്ദി. എന്റെ ബ്രദർ പറഞ്ഞു തന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവിനെ വിടുവിച്ചു. ആമേൻ. കർത്താവിൻ കൊടുത്ത പൂർണ്ണ സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ കർത്താവ് പൂർണ്ണ അത്ഭുതം ചെയ്ത് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനകൾ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം പ്രവർത്തിച്ച വൻകൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. എൻ്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ ഇന്നൊരു ദൈവാലോചന പറഞ്ഞല്ലോ ബ്രദർ. തലമുറകൾ പ്രാർത്ഥനയുടെ വിഷയത്തെ കുറിച്ച് ഇത്രയും അവൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞ ബ്രദർ, അത് ആ തലമുറകൾ അത് എന്റെ കുടുംബമാണ് ബ്രദർ. എന്റെ അടുത്ത് എന്റെ മക്കളും മോളും മരുമോനും ഒക്കെ ചോദിച്ചു, ആന്റി ഈ പ്രാർത്ഥന ഒന്ന് നിർത്തോ എന്നൊക്കെ ഇങ്ങനെ എല്ലാരും പറഞ്ഞു ബ്രദർ. എനിക്കറിയാം എന്റെ കർത്താവ് എന്നിൽ വലിയ അത്ഭുതം ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ബ്രദർ. തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് എന്റെ കർത്താവ് എനിക്ക് ആൻസർ പൂർണ്ണമായും എനിക്ക് തരും ബ്രദർ. ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ ഇന്ന് കേട്ട സകല നിന്നക്കകത്തും കർത്താവ് നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. ദൈവം അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുത മന്ത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞോ. ഹലോ. പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഒരു 30 വർഷത്തോളമായിട്ട് എനിക്ക് തൈറോയിഡിന്റെ വീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോ വളരെയധികം കുറവുണ്ട്. പിന്നെ യൂട്രസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. അതിന്റെയും വ്യത്യാസം നന്നായിട്ടുണ്ട്. എനിക്ക് പൂർണ്ണ വിടുതൽ എനിക്ക് കിട്ടും. 18-ാം തീയതി വരുമ്പോൾ പൂർണ്ണ സൗഖ്യം പറയാൻ എനിക്ക് അർഹതയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എന്റെ ഭവനത്തിന്റെ പണി തുടങ്ങാൻ ഒട്ടും താല്പര്യമില്ലാതെ എല്ലാവരും മടിഞ്ഞു കിടന്നിരുന്നതാണ്. ഇപ്പോൾ അതും തുടങ്ങാനുള്ള സമ്മതമായി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും സിസ്റ്റർ. അവിടെ പറഞ്ഞ പോലെ തന്നെ 18-ാം തീയതി വലിയൊരു സാക്ഷ്യമായി കർത്താവ് അവിടെ നിർത്തും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ ഇങ്ങനെ ബ്രദർ പറയുണ്ടായി, ഒരു 18 സെന്റ് സ്ഥലത്തിന്റെ പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നുണ്ട്. മേരി എന്നുള്ള പേരുള്ള ഒരു വിഷയമാണ്. മാതാവിന്റെ പേരുള്ള സ്ഥലമാണ്. പിന്നെ ഞാൻ 18-ാം തീയതി നടക്കുന്നതായ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ കർത്താവ് ഒരു ദർശനം തന്നത് മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസന് വളരെയേറെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായതായിട്ട് എന്നെ കാണിച്ചു തന്നു. എന്നാൽ ഞാനത് കർത്താവിൻ്റെ നാമത്തിൽ പൈശാചികമായിരിക്കുന്ന അങ്ങനെയുള്ളതായ എല്ലാ പോരുകളെയും ശാസിച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുസാരങ്ങളെയും ചവിട്ടുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനപ്പോൾ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയുണ്ടായി. കാരണം ആ മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് കർത്താവിൻ്റെ ദർശനത്തിൽ എന്നെ കാണിച്ചു. അതുകൊണ്ട് 18-ാം തീയതി അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ തക്കോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 18-ാം തീയതി ഒരു വ്യക്തി വിദേശത്ത് നിന്ന് വരാനുണ്ടായിരുന്നു. എന്നാൽ അത് 19-ാം തീയതിക്ക് ടിക്കറ്റ് കൺഫേം ആയി. അങ്ങനെ 19-ാം തീയതി വരും. 18-ാം തീയതി അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുടുംബമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ദൈവം വഴി ഒരുക്കിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. പിന്നെയും പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പ്രിയ ബ്രദർ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ബൈബിളിൽ പറഞ്ഞ പോലെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ വായിൽ വചനം വരേണ്ടതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ആത്മാവിൽ പോരാടുക എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ട ആലോചനകൾ ലഭിക്കേണ്ടതിന് കർത്താവ് സഹായിക്കും. ഗോഡ് ബ്ലസ് യു ബ്രദറെ. നമുക്ക് ഒരുമിച്ച് അവിടെ കാണാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. ഹലോ ബ്രദറെ. പറഞ്ഞു. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രസ്റ്റ് ക്യാൻസർ അത് ലിവറിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ ഹീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീമോ 12 ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 8 ആക്കി തന്നിട്ടുണ്ട്. പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. ഹീമോ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? 5ാമത്തേതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്. പനി ഉണ്ടാവും, വായ്പുണ്ണുണ്ടാവും, നല്ല ബുദ്ധിമുട്ടുകളായി കിടന്നിടത്ത് എണീക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ ഇത് ഹീമോ കഴിഞ്ഞാൽ എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സർജറി ഒന്നും ഇല്ലാതെ എനിക്ക് രോഗം സൗഖ്യമായി കിട്ടണം. പിന്നെ പ്രാർത്ഥിക്കണം. ഞാൻ വചനം തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും അറിയാൻ കഴിയണം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രേസിസ്റ്റർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച കർത്താവെ, ആ ക്യാൻസർ യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവ് ഇന്ന് പ്രിയ മകൾ അവിടെ വരുമ്പം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടെ അത്ഭുത സാക്ഷ്യം, ആ ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറയും. ഞങ്ങൾ ഒത്തിരി സാക്ഷ്യം കേൾക്കുന്നില്ല കർത്താവെ. ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അപ്പോൾ ഓപ്പറേഷൻ മാറിപ്പോകട്ടെ. ആ ക്യാൻസറിൻ്റെ എല്ലാ അണുക്കളും ആ ശരീരത്തിൽ ഞങ്ങൾ പറിച്ചു മാറ്റി വിടുന്നു. അപ്പോൾ യേശു ക്യാൻസർ വഹിച്ചതാണ്. കർത്താവിൻ്റെ മുറിവിനാൽ ക്യാൻസർ മാറിയിരിക്കുന്നപ്പോൾ അത്ഭുതത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു, അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. പ്രിയമകൾക്ക് വേണ്ടി എൻ്റെ കർത്താവെ അങ്ങ് തൊട്ട് വിടിവിക്കുന്ന അങ്ങയുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച് സൗഖ്യത്തെ കൽപ്പിക്കുന്നു. വലിയ സാക്ഷ്യമായിട്ട് പ്രിയമകൾ തീരട്ടെ. ആ വേദന വിട്ടുമാറട്ടെ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറട്ടെ. തുള്ളി ചാടി യേശുവിനെ ആരാധിക്കാനുള്ള അഭിഷേകം നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. വലിയ സാക്ഷ്യമാവും സിസ്റ്ററെ. ഓപ്പറേഷൻ കൂടാതെ തന്നെ കർത്താവിൻ്റെ സാക്ഷിയായി തീരും കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞവർ ആലോചന കേട്ടത് ഞാൻ ഒന്ന് പറയുകയാണ്. പഴയ ഭർത്താവും മറ്റേ പഴയ വീടെന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് വസ്തുക്കളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന് ചുറ്റും വീടിനും വേലി കെട്ടി വെച്ചിരിക്കുന്നു. അത് ആലോചന എന്റെ പേരിൽ വന്നതാണ്. ഏറ്റെടുത്ത ബ്രദറെ, നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി തരാൻ വേണ്ടി പോകട്ടോ. നമുക്ക് മുമ്പിൽ അസാധ്യമാണ് അത് തിരികെ കിട്ടുക എന്നുള്ളത്. പക്ഷേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പ്രതീക്ഷിക്കാം. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കും കേട്ടോ, വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കും. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു മിസ്റ്ററെ. എന്തോ കൊറേ ദിവസമായിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ ഞാൻ ഒരു ഞാൻ പാലക്കാട് നിന്ന് സാവിത്രിയാണ്. കുറെ ആയിട്ട് എനിക്ക് വിളിക്കാനും ഇതിൽ പാതി ആകുമ്പോഴേ എനിക്ക് ഇതിൽ പങ്കുകൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യണം. പക്ഷെ ദൈവം എന്നോട് ഇടപെട്ടത് ഒന്നുപോലെ 2 കട തന്നു. പക്ഷെ എനിക്കത് മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല ബ്രദറെ. കാരണം എന്താ പറഞ്ഞാൽ എനിക്കെതിരെ ഒരു കുടുംബം, അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ എനിക്കെതിരെ സാമ്പത്തിക നന്മകളൊക്കെ തടഞ്ഞു വെച്ചിട്ട് എനിക്കൊന്നും മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല ബ്രദറെ. എനിക്ക് ഭയങ്കര വിഷമമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ചത്. അല്ലെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക മാത്രമേ ചെയ്യുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇതുവരെ ആയിട്ട് ദൈവത്തിനായിട്ടൊരു രൂപ പോലും എനിക്ക് അയക്കാനോ ഒന്നിനും പറ്റുന്നില്ല ബ്രദറെ. ഭയങ്കര സങ്കടം എനിക്ക് ഈ കാര്യം ആലോചിച്ച്. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ സാമ്പത്തിക നന്മകൾ മൊത്തവും തടഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് കഴിയില്ല ബ്രദറെ. ഭയങ്കര സങ്കടത്തിലാണ് ഞാനിപ്പോൾ. കർത്താവ് ബിസിനസ്സിൻ്റെ മേൽ, ജോലിയുടെ മേൽ നന്മയുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ പ്രതികൂലങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നന്മ തുറക്കട്ടെ, അനുഗ്രഹം തുറക്കട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. വിസ്താരത നിങ്ങൾ കേൾക്കുമ്പം ആ ദുഃഖം മാറി സന്തോഷമാകട്ടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി
നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി തുറക്കുന്ന ദൈവമാണ്.